ബായ അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നേതാവിനെ ഏറ്റവും കൂടുതൽ താങ്ങിന് കൂടെ എപ്പോഴും ഉണ്ടായത് പ്രിയപ്പെട്ട ഭാര്യയായ സയ്യിദത്തുനാ ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. ഓ ഉമ്മമാരെ, എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാക്കിലൂടെ മറ്റു ഭാര്യമാരും എല്ലാവരും ഖദീജ ബീവിയെ ധാരാളം പുകഴ്ത്തുന്നത് കേൾക്കാറുണ്ടായിരുന്നു. എന്റെ ഖദീജ അങ്ങനെയായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെയായിരുന്നു എന്നിങ്ങനെ ധാരാളം പുകഴ്ത്തി പറയാറുണ്ടായിരുന്നു. അപ്പോഴാണ് പലരും ചോദിച്ചില്ല, എന്തേ നബിയെ ഖദീജ ബീവിയെ കുറിച്ച് മാത്രം എന്തേ അങ്ങനെ ഒരു പറച്ചിൽ? അപ്പോഴെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെയുണ്ട്. എന്റെ കൂടെ ആരുമില്ലാത്ത സമയത്ത്, ഞാൻ ഒറ്റക്കുള്ള സമയത്ത് എന്റെ കൂടെ നിന്ന എന്റെ ഖദീജ റളിയല്ലാഹു അൻഹാ, ആ ഖദീജയെ എനിക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് പോലും ആ പ്രിയപ്പെട്ട ഭാര്യയുടെ പേരിൽ ആടങ്ങ് അറുത്തു കൊടുത്തു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് ഖദീജ ബീവിയുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിതരണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പ്രബലമായ ഹദീസിന്റെ കിതാബിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതല്ലേ. നല്ല ഭാര്യയാണെങ്കിൽ ഭർത്താക്കന്മാർ എപ്പോഴും ആ ഭാര്യനെ ഓർത്തുകൊണ്ടേയിരിക്കും, മരിച്ചാലും ഓർക്കും. അതാണ് ഏറ്റവും പ്രധാനമായും ഭർത്താവിന് കൂടെ നിൽക്കേണ്ടത് ഭാര്യയാണ്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളുടെ ഭർത്താവ് മാത്രം ഇവിടെ ഇങ്ങനെ കഴിയുമ്പോ, ആ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ ആ ഭർത്താവിനോട് ആദ്യം നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, കുറച്ച് ഭർത്താവിന്റെ സാഹചര്യം നോക്കണം. കയറി വരുമ്പോ ചോദിക്കാൻ പറ്റിയ കോലാണോ അല്ലേ എന്നൊക്കെ, ആണുങ്ങളാണല്ലോ. അപ്പൊ ഒരു നോർമൽ ലെവലാണ്, കണ്ടീഷൻ ആണെങ്കിൽ ഒന്ന് ചോദിക്കാം, ഉമ്മാക്ക് വിളിച്ചോ എന്ന് ചോദിക്കാം. അങ്ങനെ ഒരു ചോദ്യം ഒരു സ്ത്രീ ഒരു പെണ്ണിനെ ചോദിക്കാൻ പറ്റുണ്ടോ? എന്നാ അവൾ നല്ലവളെന്നാണ് അർത്ഥം. അല്ലാതെ മോനിങ്ങനെ ഉമ്മാക്ക് വിളിക്കുമ്പോ എല്ലാം അടുത്ത് പോയിരിക്കുക, അതുവരെ അടുത്തുണ്ടാവില്ല. ഭർത്താവിന്റെ ഉമ്മാക്ക് വിളിക്കുമ്പോഴാണ് എല്ലാം അടുത്ത് പോയിരിക്കും. എന്തെല്ലാം കുസുകുസു ആക്കണേണ്ടെന്ന് നോക്കണേ. നിങ്ങൾ ഉമ്മ മോണോ എന്തെങ്കിലും കാർമാർ കാട്ടുവാറുണ്ട്. അങ്ങനെയല്ല, വീട്ടിലേക്ക് കയറി വന്നാൽ കുറച്ച് കഴിഞ്ഞാൽ, അപ്പൊ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാലൊക്കെ ഫ്രഷ് ആയാൽ ഒന്ന് ഭക്ഷണം കഴിക്കും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ ഒരു സുഖവിവരങ്ങളൊക്കെ അങ്ങനെ. അപ്പൊ നാട്ടിലത്തെ കാര്യം നമുക്ക് മറക്കാൻ പറ്റൂല. നമ്മളിപ്പോ ലോകത്ത് ഏത് അറ്റത്തെത്തിയാലും നമ്മളെ നാട്ടിലത്തെ കാര്യം നമുക്ക് മറക്കാൻ പറ്റും അല്ല അല്ലെ? നിങ്ങൾ ഏത് നാട്ടുകാരനെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ഒരു വിലാസം ഉണ്ടല്ലോ അല്ലെ, അത് നമ്മുടെ നാടന്നെ. അപ്പൊ നാട്ടിന്റെ വിവരങ്ങളൊക്കെ ഇങ്ങനെ അറിയുമ്പോ അപ്പൊ ഭാര്യ, ഉമ്മ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? സഹോദരി പെങ്ങളെ, നിങ്ങളെ ഭർത്താവിനോട് ചോദിക്കണം, ഇന്ന് ഉമ്മാക്ക് വിളിച്ചിരുന്നോ, ഇന്ന് ഉപ്പാക്ക് വിളിച്ചിരുന്നോ? അപ്പൊ എന്തൊരു നല്ല സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ നേരങ്ങൾ നോക്ക്. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ ഉമ്മ നാട്ടിലാണ്, ഭർത്താവിന്റെ ഉപ്പ നാട്ടിലാണ്. അവർക്കൊന്ന് വിളിച്ചിട്ട് സംസാരിക്കുമ്പോ അപ്പൊ ഭർത്താവിന്റെ ഉമ്മാനോട് ചോദിക്കണം. അതിന് ചില ആളുകൾ ഉമ്മാന്നറിയും, ചില ആളുകൾ അമ്മായിമാന്നറിയും, ഞങ്ങൾ മെയ്ക്കാത്ത ഭാഷയിലും കൈമാ മീറ്റിട്ടുണ്ടാകും. എന്തായാലും അവരെ വിളിച്ചിട്ട് ചോദിക്കണം, എന്ത് നിങ്ങളെ മോൻ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കണം. ഫൈസൽ വിളിച്ചിരുന്നോന്നല്ല, എന്നാലും ഭർത്താവിന്റെ പേര് പറയാം. ഇനിയിപ്പോ അങ്ങനത്തെ ഒരു ട്രെൻഡാണ്. പഠിപ്പല്ലിൽ ഇങ്ങനെ കൂടുമ്പോ ഒക്കെ അങ്ങനെയാണ്. ഒന്നാമത്തെ പിരാന്ത് പ്രണയിച്ചിട്ട് കല്യാണം കഴിച്ചതാ. അതന്നെ. അപ്പൊ കല്യാണത്തിന് മുമ്പ് തന്നെ ഒരു പ്രണയത്തിലാണ്. അപ്പൊ പേരെന്നെ അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ പ്രണയത്തിന് ശേഷം ഒന്ന് നിക്കാഹ് കഴിഞ്ഞുള്ളൂ. അപ്പൊ ഇവൾക്ക് അത് ഫൈസൽ തന്നെയാണ്. ഇപ്പൊ ഫൈസൽ സസിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തൊള്ളിൽ ഒരു പേര് വന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഒന്നും ഇപ്പൊ ഫൈസലുകാരുണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പേര് വിളിച്ചിട്ട് അങ്ങനെ ഭർത്താവിനെ അഭിസംബോധന ചെയ്യാം. അങ്ങനെയല്ല, ഇയാൾ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കാം. നമ്മൾ നാട്ടിലത്തെ ഒരു കൾച്ചർ എന്താ, ഇയാൾ പറഞ്ഞാൽ എന്താ, ഭർത്താവിന് ഉമ്മാനോട് ചോദിക്കാം, എന്താ മരുമോൾ ചോദിക്കാൻ, ഇയാൾ വിളിച്ചിരുന്നോ? അപ്പൊ ഉമ്മാന്റെ മറുപടി എന്താണെന്നറിയില്ല, അവൻ തിരക്കിലായിരിക്കും. ഒന്ന് വിളിക്കാഞ്ഞിട്ട് 2 ദിവസമായി. വീട്ടിൽ വന്നാൽ കുറച്ചൊക്കെ പ്രശ്നം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ചോദിക്കാം, എന്താ ഉമ്മാക്ക് വിളിക്കാത്തെ? 2 ദിവസമായി ഉമ്മാക്ക് വിളിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. എന്തൊരു സന്തോഷം. അങ്ങനെ ഭർത്താവിനെ ഓർമ്മിപ്പിക്കുന്ന ഭാര്യയാകണം. ഇതുപോലെ ഞാൻ എന്റെ വിദ്യാർത്ഥികളോട് പറയട്ടെ, ഈ സദസ്സിലുള്ള ഓരോ ആണിനോടും പെണ്ണിനോടും പറയട്ടെ, വീട്ടിലെ ഉമ്മാക്ക് വിളിക്കാൻ മറക്കരുത്, വീട്ടിലെ ബാപ്പക്ക് വിളിക്കാൻ മറക്കരുത്. എത്രയാണ് ബാപ്പയും ഉമ്മയും ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇതേ ഫ്ലൈറ്റിൽ ഞാൻ നാട്ടിൽ ഇങ്ങോട്ട് വരുമ്പോ എന്റെ കൂടെ ഒരു യാത്രക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്നെ അറിയാം. അദ്ദേഹം ദുബായിൽ ഇറങ്ങി, അദ്ദേഹത്തിന്റെ മകൻ ഓസ്ട്രേലിയയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് അദ്ദേഹം പറയാണ്, ഉസ്താദേ ഞാൻ എന്റെ മകന്റെ കോൺടാക്ട് നമ്പർ തരാം, ഇടയ്ക്കിടയ്ക്ക് ഉസ്താദ് ഒന്ന് അങ്ങോട്ട് ബന്ധപ്പെട്ട് ഒന്ന് സംസാരിക്കുമോ? എന്തേ കാരണം? പേടിയാണ്. കണ്ണെത്താത്ത ദൂരത്ത് പോയി മക്കൾ പഠിക്കുമ്പോ ആ മക്കൾ പിഴച്ചു പോകുമോ എന്ന് പേടിയാണ്, ലഹരിക്ക് അഡിക്റ്റ് ആയി പോകുമോ എന്ന് പേടിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ചതിക്കുഴിയിൽ പെട്ടുപോകുമോ എന്ന പേടിയാണ്. ഓ മക്കളെ, നമ്മൾ നല്ല നന്ദിയുള്ളവരാകണം. പടച്ചറപ്പ് നമുക്ക് തന്ന ഈ സൗഭാഗ്യം, ഏതോ ഒരു നാട്ടിൽ വന്ന് പഠിക്കാൻ അല്ലാഹു തന്ന സൗഭാഗ്യം, അത് കേവലം തമാശക്ക് മാത്രം ചെലവഴിക്കുന്നവരാകരുത്. കേവലം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നവരാകരുത്. അതിന് പകരം നല്ല ഉത്തരവാദിത്വ ബോധം വേണം. എന്താണ് ഉത്തരവാദിത്വ ബോധം? അതേ ലഹരി എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കടന്നു വന്നുകൂടാ. കാസർഗോഡ് ജില്ലക്കാർ ഇവിടെ ഉണ്ടാകും. ജില്ലയുടെ പേര് പറഞ്ഞതുകൊണ്ട് കുറവാകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോ ഈ അടുത്ത് വായിച്ചു, അതാ ഒരു വാർത്ത കേട്ടു, വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. എന്താണ് സങ്കടം? 10ാം ക്ലാസ്സിൽ സെൻഡ് ഓഫ് പ്രോഗ്രാമാണ്. നോക്കുമ്പോ ഒരു പാർട്ടി നടത്തി. എന്താണ് പാർട്ടി? ലഹരി പാർട്ടിയാണ്. 10ാം ക്ലാസ്സിന് എന്തായാലും പറയാ, ഫെയർവെൽ എന്താ പറയാ, ഒക്കെ അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ ആ സെൻഡ് ഓഫ് ഇങ്ങനെ ആ പരിപാടിക്ക് ലഹരി പാർട്ടിയാണ് 10ാം ക്ലാസ്സിൽ. അത് കൊണ്ടുവന്ന് കൊടുത്ത ഓനെ പിടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്, 10ാം ക്ലാസ്സിലെ ലഹരി പാർട്ടി പരസ്യമായി നടത്തണമെങ്കിൽ. ഓ സുഹൃത്തുക്കളെ, പിഴച്ചു പോകരുത്. ഇതുപോലെ തന്നെ
ഒരു പെണ്ണിന്റെ ചതിയിലും പെട്ടുപോകരുത്. പെട്ടുപോകാൻ പലപ്പോഴും സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? അതിനാണ് പറയുന്നത്, ഇതുപോലെ കൂട്ടായ്മയോട് ബന്ധം വേണം, ഇതുപോലെയുള്ള സംഘടനയോട് നല്ല ബന്ധം വേണം. എന്തുകൊണ്ട്? തനിച്ച് ഒറ്റക്കായി പോയാൽ പല തെറ്റായ ചിന്തയും കൽവിൽ ഉദിക്കും, പെട്ടെന്ന് പിഴച്ചു പോകും. കാണാൻ നാട്ടാരുണ്ടാകൂല, കൂട്ടുകാരുണ്ടാകൂല, ആരും ഉണ്ടാകൂല. അപ്പൊ വേഗം പിഴച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പിഴച്ചു പോകരുത്. അതിലേറ്റവും പ്രധാനം ഞാൻ പറയാണ്, ഈ രണ്ട് കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്ന് പെണ്ണ്, മറ്റൊന്ന് ലഹരി. ഇതിൽ ഒരിക്കലും നിങ്ങൾ അകപ്പെട്ടു പോകരുത്. പെട്ടുപോയാൽ ദുനിയാവും പോയി ആഖിറവും പോയി, സംശയമില്ല. വ്യഭിചരിച്ചു നടന്നവൻ ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടില്ല. കുറഞ്ഞ ദിവസങ്ങളുടെ സുഖമുണ്ടാവും, കുറഞ്ഞ മാസങ്ങളുടെ സുഖമുണ്ടാവും, വർഷങ്ങളുടെ സുഖമുണ്ടാവും. നിന്റെ ഭാവി മുഴുവനും നഷ്ടപ്പെട്ടു പോയി, തകർന്നുപോയി, നിന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞാനിത് വെറുതെ അല്ല പറയുന്നത്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, ആ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ മരിക്കാൻ കിടക്കുകയാണ്. ഉസ്താദ് ശിഷ്യന്റെ തലഭാഗത്ത് വരുന്നു. എന്നിട്ട് ശിഷ്യനോട്, ശിഷ്യന്റെ തലഭാഗത്ത് ഇരുന്നിട്ട് യാസീൻ സൂറത്ത് ഓതുന്നു. ഇത് കേൾക്കുന്ന ശിഷ്യൻ ഉസ്താദിനോട് പറയാണ്, ഉസ്താദേ ഇവിടെ യാസീൻ ഓതണ്ട. ശിഷ്യന്മാരിൽ വലിയ പ്രഗത്ഭനായ ശിഷ്യനാണ്, വലിയ പ്രഗത്ഭനായ ശിഷ്യനാണ്. ആ ശിഷ്യൻ മരിക്കാൻ കിടക്കുമ്പോഴാണ് ശിഷ്യനോടുള്ള സ്നേഹം കൊണ്ട് ഉസ്താദ് പോകുന്നത്. തലഭാഗത്ത് ഇരുന്നിട്ട് യാസീൻ ഓതുമ്പോ ശിഷ്യൻ പറയാണ്, ഉസ്താദേ ഇത് ഇവിടെ ഓതണ്ട, ഓതേണ്ട ആവശ്യമില്ല. ഉസ്താദ് രണ്ടാമതായി ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കാൻ കിടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം, അല്ലാഹു നമുക്ക് ഇതിന് ഭാഗ്യം തരട്ടെ. ശിഷ്യന് ചൊല്ലിക്കൊടുക്കുമ്പോ അവിടുന്ന് ശിഷ്യൻ പറയാണ്, ഉസ്താദേ എന്നോട് ഇത് ഓർമ്മപ്പെടുത്തണ്ട, അന ബരീഉം മിൻ ദാലിക്, ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാണ്, എന്നോട് ഇത് ഓർമ്മപ്പെടുത്തേണ്ടതില്ല. ഉസ്താദിന് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. ആ ശിഷ്യൻ അതാ തെറ്റിപ്പോയി, അങ്ങ് മരണപ്പെട്ടു പോയി. ഉസ്താദ് അതാ വീട്ടിൽ പോയി വല്ലാത്ത സങ്കടത്തോടെ പോയി. ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോൾ അതേ ശിഷ്യനെ അതാ സ്വപ്നത്തിൽ കാണുന്നു. നരകത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ ശിക്ഷകൾ അനുഭവിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത്. ഉടനെ ഉസ്താദ് ചോദിച്ചു, അല്ല മോനെ, നിനക്ക് എന്ത് പറ്റിപ്പോയി? മഅരിഫത്ത് പോലും കിട്ടിയവനാണല്ലോ നീ, എന്റെ ശിഷ്യന്മാരിൽ അതേ വലിയ വിവരമുള്ള ആളായിരുന്നല്ലോ നീ, നിനക്ക് എന്ത് പറ്റിപ്പോയി? ഉടനെ ആ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദേ എന്റെ ജീവിതത്തിൽ 3 സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ആ 3 സ്വഭാവങ്ങൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. ഏതാണ് ആ 3 സ്വഭാവം? അതിൽ ഒന്നാമതായി ശിഷ്യൻ പറയാണ്, ഞാനൊരു നമീമത്തുകാരനായിരുന്നു. ഉസ്താദിനെ കുറിച്ച് ശിഷ്യന്മാരോട് വന്നിട്ട് പലതും പറയും, ശിഷ്യന്മാരെ കുറിച്ച് ഉസ്താദിനോട് പോയിട്ട് അങ്ങോട്ട് പലതും പറയും. അങ്ങനെ ഞാനൊരു നമീമത്തുകാരനായിരുന്നു. രണ്ടാമത്തത് ഞാനൊരു അസൂയക്കാരനായിരുന്നു. എന്റെ കൂടെ പഠിക്കുന്ന മറ്റു കൂട്ടുകാരോട് എനിക്ക് വല്ലാത്ത അസൂയയാണ്. ആർക്കെങ്കിലും ഒരു നിയമത്ത് കിട്ടിയാൽ എനിക്ക് വല്ലാത്ത അസൂയയാണ്. ഞാനിങ്ങനെ എന്റെ മറ്റു കൂട്ടുകാരോട് അസൂയ കാണിച്ച് നടന്നവനായിരുന്നു. ഇനി മൂന്നാമത്തെ കാരണം എന്താണ്? എനിക്കൊരു രോഗം വന്നുപോയി. ഞാൻ ഈ പറയുന്ന കാര്യം ശരിക്കും ശ്രദ്ധിക്കണോ? എനിക്കൊരു രോഗം വന്നുപോയി. ആ രോഗം വന്നപ്പോൾ ഞാൻ ഒരു വൈദ്യനെ സമീപിച്ചു. ആ വൈദ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങളെ രോഗത്തിന് മരുന്നില്ല, രോഗത്തിന് മരുന്നില്ല. ആകെ ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ, എന്നും വേണമെന്നില്ല, വർഷത്തിൽ ഒരിക്കൽ അതേ ഒരൽപ്പം മദ്യപിച്ചാൽ മതി, നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടും. ആ വൈദ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വർഷത്തിൽ ഒരിക്കൽ എന്റെ വേദനയ്ക്ക് ഒരു ആശ്വാസം ലഭിക്കാൻ ഞാൻ ഒരൽപ്പം മദ്യപിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ അവസരം ലഭിക്കാത്തത്. മാത്രമല്ല യാസീൻ പാരായണം ചെയ്യുമ്പോ ഇവിടെ വെച്ച് ഓതണ്ടെന്ന് പറയാൻ കാരണം അതാണ്. ഓ സുഹൃത്തുക്കളെ, കണ്ടില്ലേ നിങ്ങൾ, മദ്യപിച്ചാൽ, ലഹരി ഉപയോഗിച്ചാൽ അവസാനം ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നല്ല സൂക്ഷ്മതയുള്ള ആളുകൾ അവർ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ ശ്രദ്ധിക്കും. 2 തരം ആളുകളുണ്ട് നമുക്കിടയിൽ. നമുക്കിടയിൽ എന്നല്ല, പൊതുവെ നമ്മളെ കൗമിൽ 2 തരം ആളുകളുണ്ട്. ഒന്ന് ബാറെന്ന് കാണുമ്പോൾ ഓടിപ്പോന്ന് പറഞ്ഞാൽ അകത്തോട്ടല്ല, അങ്ങോട്ട് വേണ്ട, അല്ല ബാർ അല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞാലും എന്നാലും വേണ്ട. കാരണം ചിലപ്പോ അതേ ഗ്ലാസ് കിട്ടിയാലോ, എന്നാലും ഏതായാലും അത് ഒഴിച്ച ഗ്ലാസ് ആണല്ലോ, അതെന്നെ ചിലപ്പോൾ എനിക്ക് കിട്ടും, അല്ല വൃത്തിയാക്കിയിട്ടുണ്ടാവും, എന്നാലും ഉറക്ക പേന്തിയതല്ലേ, അല്ലപ്പാ ഉറക്ക പേന്തിയതല്ലേ, അതിൽ തന്നെ ചിലപ്പോൾ എനിക്ക് ഒഴിച്ചു തന്നതാണെങ്കിലോ, അല്ലെങ്കിലോ ഇറച്ചി ഉണ്ടാവും, ചിക്കന് ചോദിക്കണ്ട, അല്ലാതെ കിട്ടിയവരെ കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ചോദിക്കണ്ട, നമുക്ക് ഉറപ്പിക്കണ്ട. കാരണം നമ്മളിപ്പോ അഥവാ കഴിച്ചാലും അല്ലെങ്കിലും നമ്മൾ അറിയാണ്ട് കഴിച്ചതാണെന്ന് പറയാലോ. എന്നാലും നിനക്ക് ചോദിക്കാനൊരു നാക്കില്ലായിരുന്നു. അല്ലാഹു തആല നാക്ക് തന്നത് അറിയാണ്ടുള്ള കാര്യത്തെ ചോദിച്ച് ഉറപ്പുവരുത്താനും അറിയാനുമാണല്ലോ, അല്ലേ? പക്ഷേ എല്ലാ സൂക്ഷ്മത ഇല്ല. നമ്മളൊരു ജോലി കിട്ടുമ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എത്ര സൂക്ഷ്മതയോടെയാണ്. നമ്മളൊരു വിസത്തിന് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങോട്ടേക്ക് വരാനാണ്? UK ഒന്ന് കിട്ടണം. അപ്പൊ UK ഒന്ന് വരാൻ വേണ്ടി എത്രയാണ് ഡോക്യുമെന്റ്സ് എല്ലാം ഒന്ന് സബ്മിറ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ട് എന്തോ ഒരു ശ്രദ്ധ. സത്യം പറഞ്ഞാല് ഇവിടുന്ന് അങ്ങ് പുറത്തിറങ്ങണ വരെ എനിക്ക് അത്താഴം വേണ്ട, നോമ്പ് തുറയും വേണ്ട. കാരണം എന്തൊക്കെയാണ് ഞാൻ കാണാതെ പഠിച്ച സത്യം പറഞ്ഞാൽ അതിനേക്കാളൊക്കെ റാഹത്ത് കിതാബിന്റെ പേര് കാണാതെ പഠിക്കാം. എന്താണൊക്കെ കാണാതെ പഠിക്കണം. ഞാനൊക്കെ അങ്ങ് കാണാതെ പഠിച്ചു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, വെറുതെ പറയല്ല. പിന്നെന്താ പറയുന്നത്, റബ്ബേ സുബ്ഹാന ജല്ല ജലാലു, പീക്ക് ഡിസ്ട്രിക്ട്, പിന്നെ ടവർ ഓഫ് ലണ്ടൻ ബ്രിഡ്ജ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കേട്ടിരുന്നു, ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ. അതുകൊണ്ട് UK വിലേക്കുള്ള വിസ വന്നു അറിഞ്ഞപ്പോ എന്റെ LKG പഠിക്കുന്ന എന്റെ മോനുണ്ട്, ചെറിയ മുഹമ്മദ് നുഐമാൻ, ഓനിങ്ങനെ പാടാൻ തുടങ്ങി, അബി ലണ്ടനിലേക്ക് പോകണല്ലേ, ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ. ഞാൻ വെറുതെ പറയും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കും, എന്തൊക്കെയാ കാണാതെ പഠിച്ച. എന്താ കാരണം? ഇമിഗ്രേഷനിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ വിടും, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചോദിച്ചാൽ കാണാതെ പഠിച്ചു എന്ന് തോന്നാനും പാടില്ല.
സുബ്ഹാന ജല്ല ജലാലുഹു ഫ്ലൈറ്റ് ഹീത്രോ എയർപോർട്ടിലേക്ക് ലാൻഡ് ആവാൻ പോവാണ്, അതുകൊണ്ട് പ്ലീസ് ഫാസ്റ്റ് യുവർ സീറ്റ് ബെൽറ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ അനൗൺസ്മെന്റ് വരുമ്പോ ഞാൻ അവസാനത്തെ ഒരു നോട്ടുണ്ടല്ലോ, അവസാനം പരീക്ഷയ്ക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒരു നോക്കല്, അതടക്കം നോക്കി ഇറങ്ങുമ്പോ അഥവാ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ആവണ്ട. സലാമത്തായി ഞാനിവിടെ വന്നപ്പോ എന്റെ കൂട്ടുകാരോട് പറഞ്ഞു, കാണാതെ പഠിച്ചത് മൊത്തം വന്നു മുതലായി പഠിച്ചത്. അങ്ങനെയാണ്, കാണാതെ പഠിച്ചത് മൊത്തം വന്നു സംഭവം. നമ്മളൊരു പരീക്ഷ കഴിഞ്ഞിട്ട് വരുമ്പോൾ പറയില്ലേ പഠിച്ചതൊക്കെ വന്നു എന്ന പോലെ പഠിച്ചതൊക്കെ ഒന്ന് വന്നു മുതലായി. അള്ളാഹു വർക്കത്തേട്ടെ. എന്തിനാ ഈ കളിയൊക്കെ? ഒന്ന് ഇവിടെ KCF ക്ഷണിച്ചപ്പോ ഒന്ന് ഇവിടെ എത്തിക്കിട്ടണം, എന്നാലും എന്തൊരു ബേജാറാണ്. എന്ത് ചോദിക്കുന്നു, അതുകൊണ്ട് ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ചെയ്യാനും ഉറപ്പ് വരുത്താണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എല്ലാം ഉണ്ട്. പാസ്പോർട്ടിൽ വിസ അടിച്ച് കിട്ടിയിട്ടുണ്ട്, പാസ്പോർട്ട് ഉണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്, റിട്ടേൺ ടിക്കറ്റ് ഉണ്ട്, എപ്പോഴാണ് എല്ലാം ഉണ്ട്. ഹോട്ടൽ ബുക്കിംഗ് ഉണ്ട്, വേണ്ടത് എന്താണ് എല്ലാം ഉണ്ട്, ആളുകളെ കോൺടാക്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും മനസ്സിലൊരു പേടിയാണ്, എന്തായി പോകുമെന്ന പേടിയാണ്. സുഹൃത്തുക്കളെ, ഇത് ഏതോ ഒരു നാട്ടിലേക്ക് വരുമ്പോഴുള്ള ഭയമാണെങ്കിൽ അതുകൊണ്ടല്ലേ മുൻഗാമികളായ മഹാന്മാരും എത്രയാണ് പേടിച്ചു പോയത്. നിസ്കാരം അവരെ കയ്യിലില്ലാഞ്ഞിട്ടാണോ? ഫാസ്റ്റിംഗ് ഇല്ലാഞ്ഞിട്ടാണോ? റോസ ഇല്ലാഞ്ഞിട്ടാണോ? അതേ മറ്റു അമലുകൾ ഇല്ലാഞ്ഞിട്ടാണോ? ഖുർആൻ ഓത്തില്ലാഞ്ഞിട്ടാണോ? ഓ സുഹൃത്തുക്കളെ, സെലിബ്രിറ്റി ആരാണ് സെലിബ്രിറ്റി? എടാ, നീ സത്യം പറഞ്ഞാൽ പൊട്ടനാവാണ്. പൊട്ടന്മാരെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ പെടുത്താതിരിക്കട്ടെ. കാരണം ഒരു റീൽസ് കാണുമ്പോഴേക്ക്, ഒരു യൂട്യൂബറെ കാണുമ്പോഴേക്ക് ഞാൻ ഭയങ്കര ഫാനാണ്, നോക്കുമ്പോൾ ആളൊരു സെലിബ്രിറ്റിയാണ്. ചോദിക്കട്ടെ, നീ അവന്റെ ഫാനായിട്ട് നിനക്ക് എന്ത് കിട്ടി? ചെറുപ്പക്കാരാ, നിനക്ക് എന്ത് കിട്ടി? നീ ആ സെലിബ്രിറ്റിയുടെ ഫാനായിട്ട്? അതേ ഒരു യൂട്യൂബറാണ്, അല്ലെങ്കിലോ കുറെ വസ്തുക്കൾ ഇങ്ങനെ കച്ചവടം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പലതും കാണിക്കുന്നവരാണ്. എന്നാ ഞാൻ അവരെ വിമർശിക്കല്ലോ, എന്നാൽ അവരെ പിന്നാലെ ഇങ്ങനെ പോയി ഫാനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? സുഹൃത്തുക്കളെ, എല്ലാം ഓരോ ഹരമാണ്. പക്ഷേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, വേറൊരാളെ പേരെങ്കിലും പറഞ്ഞില്ലെങ്കിലാ അല്ലെ? നമ്മളെ നമുക്കിപ്പോ അത്ര ഒരു സെലിബ്രിറ്റി അല്ലല്ലോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് അല്ല, എന്ത് സെലിബ്രിറ്റിയാ? മൂപ്പർ യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്ന ചോദ്യം. എത്ര വ്യൂസ് ഉണ്ടെന്നാണ്, എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. ചങ്ങായി, നീയൊക്കെ ഇപ്പൊ ഇന്നത്തെ സെലിബ്രിറ്റിനൊക്കെ കണ്ടിട്ടല്ലേ നീ അവന്റെ പിന്നാലെ പോയത്? എന്നാ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കാണാതെ ഇന്നും നിങ്ങളുടെ നാട്ടിൽ വെള്ളിയാഴ്ച ജുമയ്ക്ക് പോയി സ്ലോ എന്ന സ്ഥലത്ത്, അവിടെ അതാ പള്ളിയിൽ ജുമയ്ക്ക് കയറി, അവിടുന്ന് അതാ ഖുത്ബയിൽ നിന്ന് ഓതുന്നത് കേട്ടു. അതേ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പേര് കേട്ടു. അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹഖീഖ് സയ്യിദുനാ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖ് തങ്ങളെ പേര് കേൾക്കുമ്പോഴൊക്കെ റളിയല്ലാഹു അൻഹു അല്ലേ, നോമ്പ് ക്ഷീണമൊന്നുമില്ലല്ലോ അല്ലേ? സയ്യിദുനാ നൗഫൽ സഖാഫി കളസ, സുബ്ഹാനല്ലാഹ്. സയ്യിദുനാ കൂട്ടിയിട്ട് ഒരു റളിയല്ലാഹു പറഞ്ഞില്ല. അതേ സമയത്ത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പകൽ നോമ്പ് പിടിച്ചിട്ടും ക്ഷീണമുണ്ടായിട്ടും എത്രയാണ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? നിങ്ങളിൽ ആരെങ്കിലും സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കണ്ടിട്ടുണ്ടോ? റളിയല്ലാഹു അൻഹു. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവർക്കൊരു അഡ്മിനും ഇല്ല, അവരെ കാലത്ത് അങ്ങനെയൊന്നുമില്ല, ഒരു ചാനലും അവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അവരുടെ ഒരു ഫോട്ടോ ഇന്ന് ലോകത്ത് ഒരിടത്തും ലഭ്യമേ അല്ല, ഒരാളും കണ്ടിട്ടില്ല. എന്നിട്ടും ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളാകുന്ന സെലിബ്രിറ്റി നിന്റെ യൂട്യൂബറിനെക്കാൾ എത്രയോ കവിച്ചു വെക്കുന്ന സെലിബ്രിറ്റി ആണല്ലോ. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ഒരു ഇബാദത്തിന്റെ കുറവുമില്ലല്ലോ. എന്നിട്ട് പോലും പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി കുലുങ്ങുന്നൊരു ദിവസം വരാനുണ്ടെന്ന് ഖുർആൻ പറഞ്ഞ സൂറത്ത്, എന്നും ഓതൽ സുന്നത്തായ സൂറത്താണത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ചെറിയ സൂറത്താണ്, എന്നും പാരായണം ചെയ്യൽ സുന്നത്തായ സൂറത്താണ്. ഓ അനുജന്മാരെ, ചേട്ടന്മാരെ, ഉമ്മമാരെ, എന്നും ഒരു 7 സൂറത്ത് പാരായണം ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാകും. ഒരു 7 സൂറത്ത് എന്നും പാരായണം ചെയ്യണം. ഏതാണ് 7 സൂറത്ത്? 1 സൂറത്തു യാസീൻ, 2 സൂറത്തു അലിഫ് ലാം മീം സജദ, 3 സൂറത്തു ദുഖാൻ, അതുപോലെ 4 സൂറത്തുൽ വാഖിഅ, 5 സൂറത്തു അസ്സൽസല ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, 6 സൂറത്തു അൽഹാഖുമുത് തകബ്ബുർ ഹത്താ സൂറത്തുൽ മഖാബിർ. ഇതെല്ലാം ഓരോ തവണ എന്നും ഓതണം. കൂട്ടത്തിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, എന്നും ഒരു 200 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതൽ സുന്നത്താണെന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ വരെ പറഞ്ഞില്ലേ? ഓ ഉമ്മമാരെ, ചോദിക്കട്ടെ, ഇബാദത്ത് കുറഞ്ഞു പോയി ഉമ്മമാരെ അല്ലേ? വെള്ളിയാഴ്ച അല്ലേ? തസ്ബീഹ് നിസ്കരിച്ച് എത്ര ഉമ്മമാർ എന്റെ സദസ്സിലുണ്ട്? ഞാൻ ഉമ്മമാരൊന്ന് ചോദ്യം ചെയ്യല്ലോ. അല്ലാഹു തആല അവർക്ക് വലിയ ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു അവർക്ക് വലിയ ബർക്കത്ത് ചെയ്യട്ടെ. തസ്ബീഹ് നിസ്കരിച്ച പുരുഷന്മാർ എത്ര ആളുണ്ട് കൂട്ടത്തില്? അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നിസ്കരിച്ചവരെ നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലേ? എന്നും നിസ്കരിക്കണമെന്നാണ്, ആഴ്ചയിൽ ഒരിക്കലും നിസ്കരിക്കണമെന്നുണ്ട്. അതിനും പറ്റിയില്ലേ, വർഷത്തിൽ ഒരിക്കലും നിസ്കരിക്കണം. ഒന്നുമില്ലേ, മരിക്കണം മുമ്പൊന്നും നിസ്കരിക്കണം. ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് 6 മാസമായി. നാളെ മരിച്ചാലോ? അല്ലാഹു ആയുസ് നീട്ടിത്തരട്ടെ, ആരോഗ്യത്തോടെ നീട്ടിത്തരട്ടെ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും തസ്ബീഹ് നിസ്കാരം. പഴയ കാലത്തൊക്കെ ഉമ്മമാർ എന്നും വെള്ളിയാഴ്ച തസ്ബീഹ് നിസ്കരിക്കും. എന്താ തസ്ബീഹ് നിസ്കാരത്തിന്റെ പ്രത്യേകത? ഇത് ഏത് 10ആണ്? റമദാനിൽ ആദ്യത്തെ 10 കഴിഞ്ഞു, രണ്ടാമത്തെ 10. നിങ്ങൾക്ക് എത്ര നോമ്പായി? ഇപ്പൊ അല്ലാഹു മയത്തക്ക് നീ എന്നാലും വരുമ്പോ പറയാം. കാരണം അവസാനത്തെ 10ലേക്ക് ആയില്ല, ഇപ്പൊ പിടുത്തല്ലോ. ഇന്നലെ എത്രാമത്തെ നോമ്പ് ഇപ്പൊ ഇന്ന് കഴിഞ്ഞേ? 14. അപ്പൊ സെയിം ടു യു. അപ്പൊ ഒരുപോലെയാണ്. 14 അല്ലെ? 15 ആയതുകൊണ്ട് തോന്നുന്നുണ്ട് 1-2 ആൾ. അപ്പൊ നാളെ 15ാമത്തെ നോമ്പാണ്. അപ്പൊ ഇത് മഗ്ഫിറത്തിന്റെ 10ആണ്. അല്ലാഹുവിനോട് പാപം പൊറുക്കലിനെ തേടേണ്ടുന്ന 10ആണ്. ഈ 10ൽ
അള്ളാഹു നമുക്ക് ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ, സ്വഹാബത്തെ തസ്ബീഹ് നിസ്കരിക്കോ. എന്നാൽ സമുദ്രത്തിന്റെ തിരമാലകൾക്ക് തുല്യമായ പാപങ്ങൾ ഉണ്ടെങ്കിലും ആ പാപങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നല്ലതാണ്, പാപം അല്ലാഹു തആല പുറത്തു തരാൻ തസ്ബീഹ് നിസ്കാരം. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതിന് പുറമെ ഒരു റക്അത്തിൽ 75 തസ്ബീഹ്, അവ രണ്ടാമത്തെ റക്അത്തിലും അങ്ങനെ, അവ 2 റക്അത്ത് കഴിയുമ്പോഴേക്ക് 150 4 റക്അത്ത് കഴിയുമ്പോഴേക്ക് ഒരു 300 തസ്ബീഹ്. സുഹൃത്തുക്കളെ, സമുദ്രത്തിന്റെ തിരമാലക്ക് തുല്യമായ പാപങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹു തആല പുറത്തു തരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതിന് പുറമെ ഞാനൊന്ന് പറയട്ടെ, പാപം പുറത്തു കിട്ടാൻ ഏറ്റവും നല്ലൊരു സ്വലാത്താണ്. എന്തിനാണ് തറാവീഹ് നിസ്കാരത്തിന് ശേഷം എന്തിനാണ് സ്വലാത്ത് ചെല്ലുന്നത്? സല്ലു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി സയ്യിദിനാ മുഹമ്മദിൻ വ ആലി. തറാവീഹാണെന്ന് കരുതിയില്ലേ? നമ്മളെ തറാവീഹ് അങ്ങനെ ചൊല്ലാറില്ലേ? നമ്മൾ ചൊല്ലില്ലേ? എന്താ മടി ചൊല്ലില്ലേ? അപ്പം ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണ് അല്ലെ. തറാവീഹിന് ശേഷം ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണ്. ഒരു 4 റക്അത്ത് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഒരു വ്യത്യസ്തമാണ്, വീണ്ടും സ്വലാത്ത് ചൊല്ലുകയാണ്. അതേപോലെ സ്വലാത്ത് ചൊല്ലാണ്. എന്തേ കാരണം? സ്വലാത്തിന് വലിയ മഹത്വമുണ്ട്. ഏതാ മഹത്വം? സുഹൃത്തുക്കളെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, എന്റെ മേൽ ആരാണോ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവൻ, ആ സ്വലാത്ത് കൊണ്ട് അല്ലാഹു തആല അവന്റെ ഖൽബ് പ്രകാശിപ്പിക്കും കേട്ടോ. ഖൽബ് പ്രകാശിക്കണം സുഹൃത്തുക്കളെ. മുഖം പ്രകാശിച്ചാ പോരാ. ജീവിതം എന്ന് പറഞ്ഞാൽ കളിയല്ല, ജീവിതം എന്ന് പറഞ്ഞാൽ തമാശയല്ല. ഖൽബ് പ്രകാശിക്കണം. മരണമുണ്ടെന്നത് ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്, അസ്റായീൽ അലൈഹിസ്സലാമിന് യുകെയിലോട്ട് വരാനും ഒരു മടിയില്ല കേട്ടോ. അസ്റായീൽ അലൈഹിസ്സലാമിന് യുകെയിലേക്ക് വരുമ്പോ ഇമിഗ്രേഷനിൽ വെച്ച് ഒരാളും ഒരു ഡോക്യുമെന്റ്സും ചോദിക്കൂല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കൂല എന്ന് ഉറപ്പാണ്. എന്നാൽ പറയട്ടെ, ആ അസ്റായീൽ അലൈഹിസ്സലാം എന്ന് റൂഹ് പിടിക്കുന്നതിന് മുമ്പ് അസ്റായീൽ അലൈഹിസ്സലാമിനോട് വന്നിട്ട് എന്ത് പർപ്പസിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ ടൂറിസം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഏതെല്ലാം സ്ഥലം കാണാൻ പോകാണ്ട് ചോദിക്കുമ്പോ ഇന്ന സ്ഥലം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ലണ്ടൻ ബ്രിഡ്ജിന്റെ പേര് പറയേണ്ട ആവശ്യമുണ്ടോ? ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടോ? അസ്റായീൽ അലൈഹിസ്സലാമിനോട് ചോദ്യമുണ്ടോ? ഇല്ല. അത് എപ്പോഴാണെന്നറിയില്ല, എവിടെയും എത്താം. ഐനമാ കുന്തും യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുമെന്നത് ഉറപ്പാണ്. എന്റെ ബാപ്പ ഇന്ന് എന്റെ വാല് കാണാൻ നിങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ മാറാത്തൊരു സങ്കടമുണ്ട്. എന്റെ ബാപ്പാന്റെ പ്രായക്കാരെ സദസ്സിൽ വെച്ചോ എനിക്ക് എന്റെ ബാപ്പാനെ പെട്ടെന്ന് ഓർമ്മയാവും. റബ്ബേ, ഈ സന്തോഷവേളയിൽ ഈ സന്തോഷം കാണാൻ എന്റെ കൂടെ എന്റെ ബാപ്പ ഇല്ലല്ലോ എന്നിങ്ങനെ ഞാൻ ഓർത്തിട്ട് എന്റെ ജീവിച്ചിരിപ്പുള്ള ഉമ്മാക്ക് വേണ്ടി ആരോഗ്യമുള്ള ദീർഘായുസിന് ഞാൻ എപ്പോഴും ദുആ ചെയ്യും. ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മാതാപിതാക്കൾക്കും അവരുടെ തണലിലായി ഞങ്ങൾക്കും അല്ലാഹുവേ നീ നിന്റെ പൊരുത്തത്തിലായി നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആ മരിക്കുന്നതിന് മുമ്പൊന്ന് കൽബ് ലംഘണ്ടേ ചങ്ങാതിമാരെ, ഹൃദയം പ്രകാശിക്കണ്ടേ. പറയട്ടെ, നീ ഏത് അറ്റത്ത് പോയി പഠിച്ചാലും അതേ നിനക്ക് ചിലപ്പോ തോന്നും ഇസ്ലാം തന്നെ വേണമെന്നില്ല. അതുണ്ട് എന്ന് ഉറപ്പാണ് അല്ലേ. കുട്ടികൾ ഇങ്ങനെ പുസ്തകം വായിക്കുമ്പോ ബാപ്പ വന്നിട്ട് മെല്ലെ എടുത്തു നോക്കണം, മോൻ വായിക്കണ പുസ്തകം ഏതാണ് ഉറപ്പുവരുത്തണം. ഇടയ്ക്ക് മോന്റെ റൂമിൽ ബാപ്പ കയറണം. ഉസ്താദേ, ഇന്നെ മോന്റെ റൂം ഉസ്താദ് ചാവി അവന്റെ കയ്യിലേക്കടെ, അവനെ വിട്ടിട്ട് എന്നാ പിന്നെ സംതിങ് വെന്റ് റോങ്, എന്തോ ഒരു തകരാറുണ്ട് നടത്തും. പറ്റൂല. ആ മകന്റെ റൂമിന്റെ ചാവി ഒന്ന് നിങ്ങൾ കയ്യിൽ വേണം. ഇടയ്ക്കൊന്ന് ആ റൂമിൽ കയറണം. പുസ്തകം കാണുന്നുണ്ടോ? പുസ്തകം കാണുമ്പോ എന്താണ് പുസ്തകം വായിക്കുന്നത് എന്ന് നോക്കി. ഞങ്ങളെ പ്രിയപ്പെട്ട KCF-ന്റെ പ്രസിഡന്റ് നമ്മുടെ അബ്ദുള്ള സാഹിബ്, അല്ലാഹു വലിയ ബർക്കത്തേട്ടെ, അവരെ വീട്ടിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ നോക്കുമ്പോ ഞാൻ വിശ്രമിച്ച റൂം അദ്ദേഹത്തിന്റെ മോന്റെ റൂമാണ്. ബദർ, അല്ലാഹു ബർക്കത്തേട്ടെ. അങ്ങനെ ബദരീങ്ങൾ ആണ്ടെന്ന് ജനിച്ചതുകൊണ്ടാണ് ബദർ എന്ന് പേര് വെച്ചു നോക്കും. അപ്പൊ ഞാൻ എല്ലാം ഇങ്ങനെ നോക്കി. ഇപ്പൊ റമദാൻ ഇപ്പൊ ബദരീങ്ങൾ ആണ്ടിൽ കിടക്കുന്ന സമയം. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരാ, സംഭവം നമ്മളെ പോലത്തെ ചെറുപ്പക്കാർ തന്നെയാണ്. നമ്മളെ പോലത്തവർ എന്ന് പറഞ്ഞപ്പോ കുറച്ച് ഉറയിപ്പോയില്ലേ. നമ്മളെ പോലത്തവർ എന്ന് പറഞ്ഞാലോ അതുണ്ടായിരുന്നു. അവർ ഭയങ്കര സംഭാവന നൽകിയിട്ടുണ്ട്. എന്താ സ്കാനർ പിടിച്ച് സംഭാവന കൊടുത്താണ്? അതല്ല, ദീനിന് ഭയങ്കര സംഭാവന കൊടുത്തു ബദരീങ്ങൾ. ആ ബദരീങ്ങൾ ഇപ്പോഴും ഓർക്കണില്ലേ? ബദരീങ്ങളാണ്ട് ഇപ്പോഴും അല്ലേ? ആ ബദരീങ്ങളാണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മക്കൾക്ക് അങ്ങനെ പേര് വെക്കാറില്ലേ? ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരാണോ? ആ ബദരീങ്ങളെ കുറിച്ച് അഹമ്മദ് കോയ സാലിയാത്തി റളിയല്ലാഹു അൻഹു മഹാനവകൾ പറയാണ്, ബദരീങ്ങളെ പേര് എഴുതിയിട്ട് നിങ്ങളെ കൂടെ എപ്പോഴും വെച്ചാൽ അത് നിങ്ങൾക്ക് ഒരു കാവലായിരിക്കും എന്നാ പറയണം. ബദരീങ്ങളെ പേര് നിങ്ങളെ കൂടെ എപ്പോഴും കയ്യിൽ കരുതാം. കൊണ്ട് നടക്കേണ്ട സ്ഥലത്ത് കൊണ്ട് നടക്കാം, കൊണ്ട് നടക്കാൻ പറ്റാത്ത സ്ഥലത്ത് കൊണ്ട് നടക്കാനും പാടില്ല. അതായി ചോദിക്കും ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് കാവലാണ്. എന്തിനേലും പറയണം, വീട്ടിൽ ബദരീങ്ങളെ പേരുണ്ടോ ആ വീടിന് കാവലാണ്. ഒരു വീട്ടിൽ ബദരീങ്ങളെ പേരുണ്ടെങ്കിൽ മഹാൻ പറയണമെന്നറിയോ, ആ വീടിന് മാത്രമല്ല അടുത്ത വീട്ടുകാർക്കൊക്കെ കാവലാണെന്നാണ്. എല്ലാവരും ഉറക്കെ മദീനയിലേക്ക് ഒരു സ്വലാത്ത് ചൊല്ലു. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഓ ചെറുപ്പക്കാരെ, ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ചെറുപ്പക്കാർ മനസ്സിലാക്കണം, ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ ബദരീങ്ങളെ കുറിച്ച് എന്താണ് മഹാന്മാരെ പഠിപ്പിച്ചത്? ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ഉമുർ റിജാലു ബലാ ഉമുൽ ജിബാലു ബലാ. അവർ വല്ലാത്ത മനക്കരുത്തുള്ള പുരുഷന്മാരാണ്. പർവ്വതത്തിന് സമാനമാണ്. കാലത്തിന്റെ മനക്കരുത്താണ് അവർക്കുള്ളത്. കാലത്തിന് വല്ലാത്ത മനക്കരുത്താണ്. അതേ കാലം ആർക്ക് വേണ്ടിയും കാത്തിരിക്കൂലല്ലോ. സമയം ഇങ്ങനെ മറികടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാലം ആർക്ക് വേണ്ടിയും കാത്തിരിക്കൂല. അങ്ങനെ വല്ലാത്ത കരുത്തുള്ളതാണ് കാലം. ഇതുപോലെയാണ് മഹാന്മാരായ ബദരീങ്ങൾ. അവർക്ക് വല്ലാത്ത കരുത്താണ്. ആ ബദരീങ്ങൾക്ക് ഇത്രയും വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണ്? ഓ ചെറുപ്പക്കാരെ, ബദരീങ്ങൾ അവർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സംഭാവനകൾ സമർപ്പിച്ചു. എങ്ങനെയാണ് സംഭാവനകൾ സമർപ്പിച്ചത്?
അവരുടെ ആയുസ്സും അവരുടെ ആരോഗ്യവും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. അവരുടെ ആരോഗ്യം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. അവരുടെ യുവത്വം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. യുവത്വം ഏറ്റവും പ്രധാനമാണ്. ഈ സദസ്സിൽ കൂടുതൽ ചെറുപ്പക്കാരുണ്ട്. The youth is the hope of our future. അതാണ് നമ്മുടെ എല്ലാ ഭാവിയും ഉള്ളത് യുവത്വത്തിലാണ്. ഈ യുവത്വം ഇപ്പൊ പോയാൽ പിന്നെ തിരിച്ചു കിട്ടൂല. യൗവന അള്ളാഹു ನಮಗೆ ಕೊಡುವ ಅತ್ಯಂತ ದೊಡ್ಡ ಅನುಗ್ರಹವಾಗಿದೆ ಯೌವನ ಎಂಬುದು. കുറച്ച് ക്ഷമിക്കുക. കാരണം കന്നഡ ആയതുകൊണ്ട് കുറച്ച് അതിൽ പറഞ്ഞില്ലെങ്കിൽ പിന്നെ രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വർക്കത്തിന് വേണ്ടി തുടർന്ന് മാത്രം. അങ്ങനെ ಯೌವನ ಎಂದು ಹೇಳಿದರೆ ಯುವ ಜನಾಂಗ, ಯೌವನ ಎಂಬುದು ಮರಳಿ ಬರುವುದಿಲ್ಲ. ಒಂದು ದಿನ ಯೌವನವು ಹೋಗಿಬಿಟ್ಟರೆ ಪುನಃ ಯೌವನ ಮರಳಿ ಬರುವುದಿಲ್ಲ. അല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒരു കാലത്ത് നല്ല യുവത്വം ഉണ്ടായിട്ടില്ലേ? നിങ്ങൾക്ക് കുറെ പ്രായമായിട്ടില്ല ഞങ്ങൾ കൊണ്ടുവന്ന് വരാൻ, അല്ലെ? എന്നാലും നിങ്ങൾ ഒരു കാലത്ത് നവസക്കാപ്പിനെക്കാളും ഒരു യുവത്വം ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഒക്കെ നരച്ചില്ലേ? അല്ലെ? എല്ലാം നരച്ചില്ല. ഉദാഹരണം പറയാം. എന്നാലും നമ്മളെ തന്നെ നിരക്കാൻ തുടങ്ങിയില്ലേ ഒരു കാലത്ത്? അല്ലെ? പക്ഷെ നിരക്കാൻ തുടങ്ങി. ഈ യുവത്വം ഒക്കെ നിങ്ങളും നിരക്കും. ഡൈ ഇട്ടാൽ മനസ്സിലാവും ആള് ഡയ്യടാ. അപ്പൊ ഒക്കെ നിരക്കും. പാപ്പാന്റെ നിരച്ചില്ലേ? ഇതുപോലെ നിരക്കും. എങ്കിൽ ഞാൻ പറഞ്ഞു തന്നത് യുവത്വം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ആ യുവത്വം വളരെ അനുഗ്രഹമാണ്. ഇപ്പൊ നമ്മൾ ആ യുവത്വം നമ്മളിപ്പോ ഇങ്ങനെ പഠിക്കുകയാണ്. പഠിച്ചാൽ മാത്രം പോരാ. ഒക്കെ നമ്മളിപ്പോ ലക്ഷ്യം എന്താണ്? ഞാൻ ഒന്ന് പറയട്ടെ, എന്തിനാ UK വന്നതെന്ന് ചോദിക്കാം. അപ്പൊ പഠിക്കാൻ വന്നതാണ് അവരുടെ ഒരു മറുപടി. പഠിക്കാം, ശരിയാ. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു ഉസ്താദേ, ഞാൻ 2000 ആ വർഷം പഠിക്കാൻ വന്നതാണ്. ഇപ്പൊ പഠനം കഴിഞ്ഞു, ഇപ്പൊ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓഫ് ടൈം വരെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ജോലിയുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് പിന്നെ ജീവിച്ചുകൊണ്ട് ഉസ്താദേ ഭയങ്കര എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ഞാനും ജോബിന് പോകുന്നുണ്ട്, ഭാര്യയും ജോബിന് പോകുന്നുണ്ട്. രണ്ടാളുടെ സാലറിയിൽ ഒന്ന് അവിടെ തട്ടിമുട്ടാതെ ഒപ്പിച്ച് പോകുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത്. സാലറി ഒക്കെ അള്ളാഹു താല വർദ്ധിപ്പിച്ചേരട്ടെ. അതിനൊപ്പം അള്ളാഹു കുറച്ച് തരട്ടെ. അപ്പൊ പിന്നെ ഏതിനാമയും പറയാം, അള്ളാഹു നന്നായി വർദ്ധിപ്പിച്ചു തരട്ടെ. വിസ ശരിയാകാത്തവരുണ്ടെങ്കിൽ അള്ളാഹു വിസ ശരിയാക്കി തരട്ടെ. ഫാമിലിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ട് പുതികാലിൽ നിന്ന് പോരുത്താറ് അങ്ങനെ ഉണ്ടല്ലോ. അള്ളാഹു താല അവർക്കൊക്കെ അത് സാധിപ്പിച്ചു കൊടുക്കട്ടെ. ജോലി ഇല്ലാത്തവർക്ക് അള്ളാഹു നല്ല ജോലി കൊടുക്കട്ടെ. കച്ചവടമൊക്കെ നടത്തുന്ന ആളുകൾക്ക് അള്ളാഹു വലിയ വർക്കത്ത് ചെയ്യട്ടെ. ഒക്കെ ഉറക്കാമയും പറയണം, ജീവിച്ചുകൊണ്ട് മനുഷ്യന്മാരെ ഖബറൊക്കെ പിന്നെപ്പെടുന്ന കുറച്ചാലും ജീവിക്കണ്ടേ, കുറെ കാലം ജീവിക്കണം. അള്ളാഹു ആയുസ് ആഫിയത്തോട് കൂടെ നീട്ടി തരട്ടെ. പക്ഷേ എന്തിനു വന്നാലും ഒരു പാർട്ട് ടൈം, നീ ഇപ്പൊ പറഞ്ഞല്ലോ പാർട്ട് ടൈം പഠിക്കാനാണ്, പാർട്ട് ടൈം ജോലിക്കാണ്, കുറച്ചൊക്കെ കച്ചവടത്തിനാണ്. എന്നാൽ ഞാൻ നിന്നോട് പറട്ടെ, ഒരു പാർട്ട് ടൈമും കൂടി എനിക്കൊന്ന് തരുക. ಅಪ್ಪ 3 ಪಾರ್ಟ್ ಟೈಮ್ ನಿങ്ങളുടെ ಕೈಲಿದೆ, ഒരു ಪಾರ್ಟ್ ಟೈಮ್ ಕೂಡಿದೆ. ಒಂದು ಪಾರ್ಟ್ ಟೈಮ್ ಅನ್ನು ಕೂಡ ನೀವು ಭಾಗಿಸಬೇಕು. ಯಾತಕ್ಕಾಗಿ? ಅಲ್ಲಾಹನ ದೀನಗಾಗಿ, KCF ಗಾಗಿ. ಅಂದ್ರೆ നമ്മളിപ്പോ ಯಾವುದೋ ಒಂದು ಪ್ರದೇಶದಲ್ಲಿ ಬಂದು ನಾವು ಕಲಿಯುವಾಗ ಡ್ಯಾಶ್ ಯೂನಿವರ್ಸಿಟಿ, ಆ ಯೂನಿವರ್ಸಿಟಿ, ಈ ಯೂನಿವರ್ಸಿಟಿ, ಈ ರೀತಿ ಹಲವು ಯೂನಿವರ್ಸಿಟಿಗಳಲ್ಲಿ ಕಲಿಯುವಾಗ ಯಾರು ಪರಿಚಯ ಇರುವವರು ಯಾರು ಕೂಡ ಇಲ್ಲ. ಓಹೋ, ಒಬ್ಬ ಪರಿಚಿತನನ್ನು ಭೇಟಿಯಾಗುವಾಗ ಎಂತಹ ಒಂದು ಸಂತೋಷ ಅല്ലേ. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റിൽ ഇങ്ങനെ വരുമ്പോ ഏതെങ്കിലും ഒരു പരിചയക്കാരനെ കിട്ടുമെന്ന് വല്ലാതെ തെരഞ്ഞു നോക്കി. ദുബായിൽ നിന്ന് കയറുമ്പോഴാണ് തെരഞ്ഞു നോക്കിയത്. ഒരു പരിചയക്കാരനെ കിട്ടിയാലൊന്ന് കൂടെ ഒരാളുണ്ട് നമുക്ക് ആശ്വാസമാണല്ല. പക്ഷെ ഒരു പരിചയക്കാരനെ ഒരുത്തനെ മെല്ലെ പരിചയപ്പെടാൻ പോയി കടിക്കൂന്ന് തോന്നിയപ്പോ മാറി നിന്നു. അങ്ങനെ പരിചയപ്പെട്ടിട്ട് നമ്മൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെ അപ്പൊ മാറി നിൽക്കും. നമ്മളിപ്പോ ഒരു പരിചയം എന്ന് പറഞ്ഞാൽ ഒരു ಆಶ್ವಾಸನ. ಅಪ್ಪ ನಾವು ಈ ರೀತಿ ಪರಿಚಯವಾಗುವಾಗ ನಮಗೆ ಒಂದು ರಿಲ್ಯಾಕ್ಸ್ ಲಭಿಸುತ್ತದೆ, ಎಲ್ಲದಕ್ಕೂ ಒಂದು ಸಂತೋಷ ಲಭಿಸುತ್ತದೆ. ಮಾತ್ರವಲ್ಲ, ನೀವು ಚಿಂತಿಸಬೇಕು. ಯುವಕರೇ, ಪ್ರೀತಿ ಯುವಕರೇ, ಕನ್ನಡ ಗೊತ್ತಿರೋ ಒಮ್ಮೆ ಕೈ ಎತ್ತಿ ನೋಡೋಣ. ಇಲ್ಲ, ഞാനിപ്പോ ഇങ്ങനെ കന്നഡ എനിക്കാലും പറഞ്ഞിട്ട് ഓ മാഷാ അപ്പോ ഉഷാറായി, അല്ലാഹു ബർക്കത്ത്. ಯುವಕರೇ, ಸಹೋದರರೇ, ಒಂದು ಪಾರ್ಟ್ ಟೈಮ್ ಅನ್ನು KCF ಗಾಗಿ ಮೀಸಲಿಡಬೇಕು. ಕರ್ನಾಟಕ ಕಲ್ಚರಲ್ ಫೌಂಡೇಶನ್ KCF. ನನಗೆ ತುಂಬಾ ಸಂತೋಷವಾಯಿತು, ಅಭಿಮಾನವಾಯಿತು. ನಾನು ಹೀತ್ರೋ ಏರ್ಪೋರ್ಟ್ ನಲ್ಲಿ ಬಂದಿಳಿದಾಗ ಒಂದು ವಿಭಾಗ KCF ನ ಸಕ್ರಿಯ ಕಾರ್ಯಕರ್ತರು ಏರ್ಪೋರ್ಟ್ ಗೆ ಬಂದು ನನ್ನನ್ನು ಬರಮಾಡಿಕೊಂಡರು. ತುಂಬಾ ಸಂತೋಷವಾಯಿತು. ಕಾರಣ ನಮ್ಮ ಊರಿನವರಾದ ನನ್ನ ತಮ್ಮಂದಿರು ಈ ಲಂಡನ್ನಲ್ಲಿ, UK-ಯಲ್ಲಿ ಅವರು ಇಲ್ಲಿ ಜಾಬ್ ಮಾಡುವಾಗ, ಕಲಿಯುವಾಗ, ವಿದ್ಯಾರ್ಜನೆಗಿರುವಾಗ ಒಂದು ಭಾಗವನ್ನು ಅಲ್ಲಾಹನ ದೀನಿಗಾಗಿ ಸಮರ್ಪಿಸಿ ಕರ್ನಾಟಕ ಕಲ್ಚರಲ್ ಫೌಂಡೇಶನ್ KCF ಎಂಬ ಸಂಘಟನೆಯಲ್ಲಿ ಕಾರ್ಯಾಚರಿಸುತ್ತಿದ್ದಾರೆ. മുയാണ്ട് ഒരു അബ്ബായോട് കോൾ ആക്കിയിട്ട് ചെന്നിട്ടുണ്ടാ, ഉസ്താദ് എന്റെ മോണ് ഡാഷ് ഇന്നാലിന്ന പക്കത്തുള്ള എന്റെ മോണുള്ള ഉസ്താദ്. അവൻ എന്താ ആവിടാനായിട്ട് പേടി. ഇന്നത്തെ കാലത്ത് അബ്ബമാർക്ക് മക്കളുടെ ഒരു ഭരോസയില്ല. അവൻ എന്താ ആവിടാനായിട്ടൊരു പേടി. അതുകൊണ്ടിട്ട് ഒന്നും അവന്റെ KCF ആൾമാർക്ക് ഒന്ന് ടച്ച് ആക്കി കൊടുക്കും ഉസ്താദ്. അതാ അപ്പൊ ഒരു സമാധാനം. KCF കൂടിയാൽ എന്താണ്? ഞാൻ യുവാക്കളോട് പറയട്ടെ, നമ്മളിപ്പോ ഇങ്ങനെ പഠിക്കുകയാണല്ലോ അല്ലേ. ഇപ്പൊ പഠിച്ചാൽ പിന്നെ അടുത്തെന്താണ്? ജോബാണ്. ജോബിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുക? അപ്പൊ നമുക്ക് ഒരു മാസത്തിൽ ഒരു ഇത്ര ശമ്പളം കിട്ടും. എന്നിട്ട് നല്ലൊരു പഠിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചാല്, അങ്ങനെ ഉണ്ടല്ലോ, ഒരു പഠിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചാൽ അവൾ ഇവിടെ തന്നെ സെറ്റിൽ ആവുകയാണെങ്കിൽ 2 ആൾ ശമ്പളത്തിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് ജീവിച്ചു പോവാം. അത് തന്നെയാണ്. അത്രമാത്രം ചിന്തിച്ചാൽ പോരാ. എന്താ പറയുക, നീ ഒരു നല്ല ബോധമുള്ള എന്റെ അനുജനാകണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിനെന്ത് വേണമെന്നറിയോ? ഒരു 4 ആളുകൾക്ക് നീ ഒരു ഉപകാരമുള്ളവനാകണം. ഒരു 4 ആളുകൾക്ക് നീ ഒരു ഉപകാരമുള്ളവരാകണം. ഞാൻ ഇവിടെ വന്നപ്പോ പ്രത്യേകിച്ച് ഞാൻ KCF-ന്റെ പ്രവർത്തകരെ ഒക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. കാരണം അവരിവിടെ ഇങ്ങനെ ടീം വർക്ക് ചെയ്യുന്നത് കാണുമ്പോ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയും ടീം വർക്ക് ചെയ്ത കൂട്ടുകാരാണ് അവരൊക്കെ. എല്ലാവരും പേരൊന്നും എനിക്കറിയില്ല. അള്ളാഹു താല അവർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ, വലിയ സന്തോഷം അള്ളാഹു അവർക്ക് നൽകട്ടെ, വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. എന്നാ ഞാൻ പറയട്ടെ, ഇവിടെ എത്തിയിട്ട് അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ ഇങ്ങനെ കാണുമ്പോണ്ടല്ല, ഞാൻ ഇറങ്ങിയ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് പുറത്തു വിടാൻ വേണ്ടി അവർ കാണിക്കുന്ന പിന്നെ ഓരോ ആവേശം. അപ്പൊ എന്തിനാ നമ്മളെ വീഡിയോ ഇപ്പൊ എന്താ, നമ്മളെ വീഡിയോ വരേണ്ടതൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടല്ലോ. എന്നാലും അത് KCF-ന്റെ വീഡിയോ ആണ്. അപ്പൊ KCF-ന്റെ ഒരു പരിപാടിയുടെ ഒരു പ്രോഗ്രാമിന്റെ ഒരു അപ്ഡേഷൻ, അതെന്തിനാണ്? അത് അള്ളാന്റെ ഭാഗത്തുനിന്ന് പ്രതിഫലം കിട്ടാനാണ്. അതിങ്ങനെ വല്ലാതെ അധ്വാനിക്കുന്നു, സമയങ്ങളൊക്കെ അതിനുവേണ്ടി ചെലവഴിക്കണോ.
ഈ പരിപാടി കഴിയുന്നത് വരെ ഉറക്കം വരില്ല. അങ്ങനെയാണ് ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ അങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് ഇതേ വരുന്ന 22-ാം തീയതി അൽ ഇഹ്സാനിന്റെ അതിവിപുലമായ പരിപാടി നടക്കുന്നുണ്ട്. ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ബാക്കി ഞാൻ അവിടേക്ക് നീട്ടി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഇൻഷാ അല്ലാഹ് തിരിച്ചു പോകാൻ. നിങ്ങളൊക്കെ അവിടെ എത്തണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. പക്ഷേ പരിപാടി കഴിയുന്നത് വരെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. ഒക്കെ ഇതന്നെയാണ്. ഒരു ബാപ്പാക്ക് മോളെ കല്യാണം നടന്നു കിട്ടുന്നത് വരെ ആ ബാപ്പാക്ക് ഉറക്കം വരില്ല. അപ്പൊ ഇങ്ങനെ കിടക്കും. അപ്പൊ ചിലപ്പോൾ മോൻ ചോദിക്കും ഉമ്മാനോട്, ബാപ്പ രാത്രി ഉറങ്ങിയിട്ടില്ല എന്നല്ലേ പറഞ്ഞു. ആര് പറഞ്ഞു? ബാപ്പ ഇങ്ങനെ ഭയങ്കര ഉഷാറിൽ കിടന്ന് ഞാൻ കണ്ടല്ലോ. കിടന്നിട്ടേ ഉള്ളൂ, ഉറക്കം വന്നിട്ടില്ല. ബാപ്പ മൊത്തം മോളെ നിക്കാന്റെ സ്വപ്നം കാണുകയാണ്. മകള് പുതിയാപ്പളന്റെ കൂടെ പോകുന്ന സ്വപ്നം കാണുകയാണ്. അതാണ് ബാപ്പ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത്. അപ്പോ നമ്മളൊരു 4 ആളുകൾക്ക് ഉപകാരമുള്ളവരാകണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെ ഉപകാരമുള്ളവരാകണം ആഗ്രഹമുള്ള കൈവക്കാൻ നോക്കട്ടെ. എനിക്ക് ആഗ്രഹമുണ്ട്, മരിച്ചാൽ എന്തെങ്കിലും. ഒരു 4 ആളുകൾക്ക്, എല്ലാവരും പൊക്കിയിട്ടില്ല എന്റെ ചോദ്യം, എല്ലാവരും കേട്ടിട്ടില്ല. ഒരു 4 ആളുകൾക്ക് ഞാനൊരു ഉപകാരമുള്ളവനാവണം, ഞാനൊരു സെൽഫിഷ് ആകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കണവർ കൈവക്ക്. ഒന്ന് കൈവയ്ത്തുള്ളപ്പ സുബ്ഹാന ജല്ല ജലാൽ. അമേരിക്കത്തൊക്കെ പോകുന്നുണ്ട് ആശയുള്ള കൈവയ്ത്തുണ്ട് അല്ല ചെന്നേ. ഒരു മങ്ങിലാവണുണ്ട് ആശയുള്ള കാറുണ്ടല്ല കൈവത്തോ ചെന്നേ. പിന്നെ ഒരു 4 ആൾക്ക് ഉപകാരമുള്ളവരാകണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് ഇൻ ലൈഫ്, ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നത് വിഷയമല്ല. ബി ഗുഡ് ടു പീപ്പിൾ. ആളുകൾക്ക് നീ ഒരു നല്ലവനായിരിക്കും. അവർക്ക് നിന്നെ കൊണ്ട് ഒരു ഉപകാരമുള്ളവനാകെ. എന്തൊരു വാക്കാണ്, നിങ്ങൾ ആലോചിക്ക്. വല്ലാത്തൊരു വാക്കല്ലേ. നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നത് നീ നോക്കണ്ട, നീ 4 ആളുകൾ ഉപകാരമുള്ളവനാവോ. എന്തൊരു ഉപകാര. ഇപ്പൊ ഇന്നൊരു ചെറുപ്പക്കാരൻ കണ്ട പോകാൻ പറഞ്ഞു, KCF ൽ ഞാൻ കൂടിയത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടി. എന്താ സന്തോഷം? എനിക്ക് ജോബിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് KCF എന്ന് പറഞ്ഞാല് ചിലപ്പോ മനസ്സിലാക്കിയ ദിവസം ഞാൻ പറയാണ്, അതിങ്ങനെ കുറച്ച് ഒരു പിന്നെ പണിയൊന്നും ഇല്ലാത്ത ആളുകൾ കുറച്ച് അങ്ങനെയാണോ? പണിയൊന്നും ഇല്ലാത്ത. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അബുദാബിയിലെ KCF ന്റെ ഒരു പരിപാടിയിൽ ഇതുപോലെ ഞാനൊന്ന് പ്രസംഗിക്കാൻ പോയി. ആ പ്രസംഗിക്കാൻ പോയപ്പോണ്ടല്ലേ മെയ്ക്കാലത്തെ കേൾക്കും വേണ്ടി ചെന്നോട്ടല്ലേ. അവിടെ ഞങ്ങളെ മെയ്ക്കാലത്തപ്പുറത്ത് ഒരു വലിയ ബിസിനസ്മാൻ ഉണ്ട്. അയാൾ കണ്ട് ഇതുപോലെ നിങ്ങളെ പോലെ ഓഡിയൻസ് ഒരു സ്പീച്ച് കേക്കുമായിട്ട് വന്നാൽ, അല്ല സ്റ്റേജിൽ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് സ്റ്റേജിൽ നിന്നാൽ ഭയങ്കര വലിയ മൾട്ടിയാൾ. ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ പിന്നെ അതിൽ ഇങ്ങനെ ഓടി വന്നിട്ട് കേൾക്കണം വന്നിട്ടാ നക്ക് KCF യുടെ മെമ്പർഷിപ്പ് ബിസിനസ്സുകാർ ഉദാഹരണം പറയാം. ഇപ്പൊ ഈ KCF ഞാൻ തന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ അൽഹംദുലില്ലാ നല്ല പ്രൊഫഷണൽ ആളുകളാണ് KCF ന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്നത്. ഒക്കെ എഡ്യൂക്കേറ്റഡ് ആണ്. ഓരോ മേഖലയിൽ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ്, പ്രൊഫഷണൽ ആളുകളാണ്, വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അവർക്കൊക്കെ ഇത് എന്താ വേണമെന്ന് പറയാൻ കാരണം ഒന്നാണ് ഞാൻ ഒരു അല്പം 4 ആളുകൾക്ക് ഉപകാരമുള്ളവനാകണം. ഓ മക്കളെ, ദുനിയാവും വേണം ആഖിറവും വേണം. ദുനിയാവ് വേണം ആഖിറവും വേണം. ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്. എങ്ങനെയാണ് ദുനിയാവ് വേണം ആഖിറം വേണം എന്ന് പറയുന്നത്? ദുനിയാവ് വേണ്ടത് ഇവിടെ ജോബ് വേണം. ജോബ് വേണോ? നിങ്ങൾ ഇത് ഒരു വല്ലാത്ത ഒരു നെറ്റ്വർക്കാണ് KCF എന്ന് പറഞ്ഞ വല്ലാത്ത നെറ്റ്വർക്കാണ്. ഇപ്പൊ KCF പ്രോഗ്രാമിൽ ഞാൻ പറയാം, വല്ലാത്ത നെറ്റ്വർക്കാണ്. അതിനോട് വല്ലാത്ത പരിചയം ഉണ്ടാകും. ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് പരിചയമില്ലാത്ത KCF കാരെ ഞാൻ പരിചയപ്പെട്ടു. എന്താ കാരണം? അത് അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ UK എത്താൻ കാരണം KCF ആണ്. അങ്ങനെയല്ല, പക്ഷേ KCF ക്ഷണിച്ചുകൊണ്ട് ഞാൻ UK അതൊരു നെറ്റ്വർക്കാണ്, അതൊരു ബെൽറ്റാണ്. അതിങ്ങനെ വരുമ്പോ KCF ന്റെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, കർണാടകക്കാരോട് ഞാൻ പ്രത്യേകം പറയാണ്, നിങ്ങൾ നിർബന്ധമായും മെമ്പർഷിപ്പ് വാങ്ങണം. എന്തിനാണെന്ന് പറഞ്ഞാൽ ഒരു ബന്ധം ഉണ്ടാവും. എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരും. നമ്മൾ കരുതി ഇപ്പൊ എന്തിനാണെന്നറിയോ? അത് ചിലപ്പോൾ ആയെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ദിക്ർ മജ്‌ലിസ് ഉണ്ട്, അതിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയല്ല, ദിക്ർ മജ്‌ലിസ് മാത്രമല്ല, നീ കുടുങ്ങുന്ന ഒരു ദിവസം ഉണ്ട്. ഞാനിത് വെറുതെ പറയല്ല. എപ്പോഴും നമ്മൾ ഹാപ്പിയിൽ ഉണ്ടാകുമെന്ന് കരുതിയിട്ടുണ്ടോ? ഇല്ല. ആരും നിന്റെ കൂടെ നിൽക്കാത്ത ഒരു ദിവസം വരാനുണ്ട്. എവിടെ? ഖബറിനെ കുറിച്ചല്ല ഞാൻ പറയണേ, ആഖിറത്തെ കുറിച്ചല്ല, ദുനിയാവെന്നെ. ചങ്ങായിമാരെ ഞാൻ പറയട്ടെ, നിന്റെ തോളത്ത് കൈവച്ച് നടക്കുന്ന നിന്റെ ചങ്ങാതി എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതണ്ട, തെറ്റിദ്ധരിക്കണ്ട. ചിലപ്പോ നിന്നിലുള്ള പച്ച കാണുമ്പോൾ നിന്റെ കൂടെ ഉണ്ടാവും. ആ പച്ച വണങ്ങിയാലോ അവൻ കൂടെ ഉണ്ടാവില്ല. അപ്പൊ നമുക്കൊരു ടീം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ വേണം. ഇപ്പൊ ഈ അടുത്ത് ഒരു സ്ഥലത്ത് ഒരാള് നിരപരാധിയാണ്, പക്ഷെ അയാൾ ജയിലിൽ അടക്കപ്പെട്ടു. അയാളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് നാട്ടിലേക്ക് കടത്തണമെങ്കിൽ എത്രയോ പൈസ ചെലവാക്കണം. അവിടെയാണ് നമ്മുടെ പ്രസ്ഥാനം ഇടപെടുന്നത്. ഇപ്പോൾ അടുത്ത് നടന്ന സംഭവമാണ് ഗൾഫിൽ, ദുബായിൽ. അവിടെ നമ്മുടെ പ്രസ്ഥാനം ഇടപെട്ടു, സംഘടന ഇടപെട്ടു, നമ്മുടെ ഓർഗനൈസേഷൻ ഇടപെട്ടു, പൈസ പിരിച്ചു. ആ നാട്ടുകാരനെ ന്യായമായി ആ കൂട്ടുകാരനെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. ആ കൂട്ടുകാരൻ ഇപ്പൊ നാട്ടിൽ കുടുംബത്തോടു കൂടെ സ്വസ്ഥമായി കഴിയാണ്. ഒരാളുണ്ടായത് കൂടെ അല്ല, ഒരു ടീമാണ് ഉണ്ടായത്. ഒന്നാലോചിച്ച് നോക്ക്, സംഘടന ആവശ്യമാണ്. അത് കേവലം ദിക്ർ ചൊല്ലിപ്പിക്കാൻ മാത്രമല്ല. സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളെ, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി. അല്ലാഹുവിനോട് ചെയ്ത കരാറിനെ വാസ്തവീകരിച്ച ഒരു കൂട്ടം മുഅ്മിനീങ്ങളിൽ ഒരു വിഭാഗം ആളുകളുണ്ട് കേട്ടോ. ആ ഖുർആൻ പറഞ്ഞ ആളുകൾ ഞങ്ങളൊക്കെ പെടാൻ വേണ്ടി കഴിവിന്റെ പരമാവധി ശ്രമിക്കണോ. ഞാനിത് വെറുതെ പറയുകയല്ല. പഴയ കാലം പോലത്തെ പ്രയാസമൊന്നും ഇപ്പോഴില്ല. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. അതേ സമയത്ത് പഴയ കാലം അറിയുമോ കൂട്ടുകാരെ? സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നത് 8ാം വയസ്സിലാണ്. 8ാം വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നാൽ 18ാം വയസ്സിൽ മഹാനവരുകൾ നാട് വിട്ട് ഇസ്ലാമിന് വേണ്ടി ഹിജ്റ പോവുകയാണ്. ആ സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹു മുസ്ലിമായതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു, ഒരുപാട് വിഷമങ്ങൾ സഹിച്ചു. പക്ഷേ എന്തിനേറെ പറയണം, സ്വന്തം കുടുംബം പോലും അതാ ഒരു ഉയർന്ന സ്ഥലത്ത് മഹാനവരുകളെ കെട്ടിയിട്ടു. എന്നിട്ട് താഴ്ഭാഗത്തു നിന്ന് തീയങ്ങ് കത്തിച്ചു. അതാ ആ തീയുടെ ചൂടും ദേഹത്ത് പതിപ്പിക്കുകയാണ്. എന്നിട്ട് സുബൈർ ഇബ്നുൽ അവാം തങ്ങളോട് പറയാണ്, വേഗമൊന്ന് ഇസ്ലാമിൽ നിന്ന് മാറി നിന്നോളണം,
അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിന്നെ ശിക്ഷിക്കൂ. സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങൾ പറഞ്ഞു, 8-ാം വയസ്സിൽ ഇസ്ലാമിലേക്ക് വന്നവനാണ് ഞാൻ, 18-ാം വയസ്സിൽ ഇസ്ലാമിന്റെ പേരിൽ നാട് വിട്ടു പോകേണ്ടി വന്നവനാണ് ഞാൻ. എന്നെ നിങ്ങൾ എത്ര കണ്ട് ശിക്ഷിച്ചാലും ഇസ്ലാമിൽ നിന്ന് പിന്തിരിയണ പ്രശ്നമേ ഇല്ല. ആ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു പ്രവർത്തിച്ച ഇസ്ലാം, അബൂ മുസ്ലിം അൽ ഖവലാനി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പ്രവർത്തിച്ച ഇസ്ലാം, ആ അബൂ മുസ്ലിം അൽ ഖവലാനി തങ്ങളുടെ പ്രത്യേകത എന്താണ്? ചരിത്രത്തിൽ കാണാം, മഹാനവരുകൾ പള്ളിയിൽ കൂടുതൽ നേരം സമയം ചെലവഴിക്കുന്നവരായിരുന്നു. ഓ ചെറുപ്പക്കാരെ, നമ്മൾ നാട് വിട്ട് വന്നതുകൊണ്ട് പള്ളി വേണ്ടാന്നൊരു തോന്നൽ വന്നുകൂടാ. പള്ളി കാണാതെ എത്ര ദിവസങ്ങളായിട്ടുണ്ടാവും. നിങ്ങളൊക്കെ അങ്ങനെയാണെന്നല്ലോ ഞാൻ പറയുന്നത്. നമുക്ക് കയറി ഇറങ്ങാൻ പറ്റിയ പള്ളിയാണോ അത് നമ്മൾ ഇവിടെയുള്ള ആലിമീങ്ങളോട് പണ്ഡിതന്മാരോട് ഉറപ്പുവരുത്തിയിട്ട് എന്നിട്ട് നമുക്ക് പോകാൻ പറ്റിയ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കണോ? അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദാ റഅയ്തുമുർ റജുല യഅ്താദുൽ മസാജിദ്, ഒരാൾ ഇങ്ങനെ പള്ളിയിൽ പോയി വരുന്നത് നിങ്ങൾ എപ്പോഴും കാണുന്നുണ്ടോ? ഫഅശ്ഹിദൂ ലഹു ബിൽ ഈമാൻ, അയാൾക്ക് ഈമാൻ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളണം കേട്ടോ. പള്ളിയുമായി അടുക്കാൻ തോന്നുന്നില്ലേ? അവന്റെ ഈമാൻ കുറഞ്ഞു പോയി എന്ന് മനസ്സിലാക്കണോ. പള്ളിയുമായി നല്ല ബന്ധം സ്ഥാപിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഹറാമിന്റെ പിന്നിലും പോകണ്ട, ഒരു അവിഹിതത്തിന്റെ പിന്നിലും പോകണ്ട, ഒരു പെണ്ണിന്റെ ചതിയിലും പ്രണയത്തിലും പെട്ടുപോകണ്ട. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവരുടെ മജ്‌ലിസിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. ആ ചെറുപ്പക്കാരൻ കടന്നു വന്നപ്പോ ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ഇമാം സുബക്കി തങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് മനസ്സിലായി ഇവരൊരു തെറ്റ് ചെയ്തിട്ടാണ് വന്നത്. കാരണം ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ എല്ലാ അടയാളം അതേ മുഖത്ത് കാണുമെന്നാണ് മഹാന്മാർ പറഞ്ഞത്. ആ തെറ്റ് ചെയ്തു വന്നു എന്ന് മനസ്സിലായി. ഉടനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, കൂടെയുള്ളവരോട് പറയാണ്. എന്താണ് കൂടെയുള്ളവരോട് പറയുന്നത്? കൂടെയുള്ളവരോട് എന്താ പറയുന്നത്? ഇതാ ഇപ്പൊ നിങ്ങളിലേക്ക് ഒരാൾ വരികയാണ്. ആ മനുഷ്യന്റെ 2 കണ്ണിലും വ്യഭിചാരത്തിന്റെ അടയാളമുണ്ട് കേട്ടോ. പുറത്ത് കുറച്ച് ആളുണ്ട് തോന്നുന്നുണ്ട്. അവർക്കൊന്ന് അകത്തോട്ട് കയറി വന്നാൽ ഭയങ്കര സന്തോഷം. ഞാനിപ്പോ നിർത്താൻ പോവാണ്. 2 മിനിറ്റുള്ളൂ. 8:30 ഞാൻ സംസാരം നിർത്താൻ. എല്ലാവരും പുറത്തുള്ള എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒന്ന് ഉൾക്കബർ നോക്കാം. 8:30 ഗಂಟೆ തോളം നിൽക്കുന്ന പ്രസംഗത്തെ ടൈമും അപ്പൊ 2 നിമിഷമുള്ളേ. ഞാൻ ഈ വിശേഷം പൽക്കനി പാട്ടെ പുറത്തുള്ള എല്ലാം ഒന്ന് ഉൾക്കബർ നോക്കാം. ബിസ്മില്ലാ. ഒരു പിറസ് വെച്ചിട്ട് ഉൾക്കബർ പുറത്ത് ആരും നിൽക്കണ്ട. അല്ലാഹു തആല നിങ്ങൾക്ക് എല്ലാവർക്കും ബർക്കത്ത് തരട്ടെ. അല്ലാഹു നല്ല സന്തോഷം തരട്ടെ. ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ ദ്വാരക്ക പോകണ്ടല്ലേ, എല്ലാവർക്കും ദുആ അകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഉൾക്കബർ. ബിസ്മില്ലാ. കുർസുമിയത്ത് ഇന്നിലെങ്കിലും വലിയ തെല്ല നിന്റെ ടാങ്കേ കുറഞ്ഞു. ഞാനിപ്പോ ചമ്മ നേരായില്ലേ ഇപ്പൊ നിന്റെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിന്റെ ടിക്കറ്റ് വലിയ കൂലി യാരെ കിട്ടട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു ബർക്കത്താക്കട്ടെ. ഞാൻ പാട്ടി കൊണ്ട് വന്നേ ആ ബാലക്കാര ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എത്ര നല്ല ബാലക്കാരനാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ബർക്കത്ത് തരട്ടെ. ഞാൻ ആയത്തെ പറമ്പുണ്ടല്ലേ, നിങ്ങളെല്ലാം അബ്ബമാരും നിങ്ങളെ പിന്നെ എല്ലാ കുടുംബത്തങ്ങ എത്ര ആള് കോലാക്കിയിട്ട് ഉസ്താദേ എന്റെ മോൻ അവിടെ ഉള്ള, ഉസ്താദേ എന്റെ മോളും എന്റെ മർമോണും അവിടെ ഉള്ളാറ്, ഉസ്താദേ എന്റെ റായത്തവൻ അവിടെ ഉള്ള, ഉസ്താദേ എന്റെ ശിഷ്യ അവിടെ ഉള്ള, ഒന്ന് കിട്ടണം ഉസ്താദേ, ഒന്ന് കൈ കൊടുത്ത് വൽക്കരണം ഉസ്താദേ. എത്ര ആള് നിങ്ങൾ 10 നിന്റെ നിങ്ങൾ കൊടുത്ത കിട്ടങ്ങനെ. അല്ലാഹു ബർക്കത്താക്കട്ടെ. അപ്പൊ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ സദസ്സ് ഒരു ബാലക്കാര നന്നെ വാദം നക്കിനിക്കല കംപ്ലീറ്റ് ആക്കി നിപ്പാട്ടെ. ആ സദസ്സ് ഇങ്ങനെ ഒരു ബാലക്കാര വരുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജന്തു ഓന്റെ കണ്ണിലെ വ്യഭിചാരത്തെ അടയാളമുണ്ട്. ഓന്റെ കണ്ണിലെ വ്യഭിചാരത്തെ അടയാളമുണ്ട്. അവനെ കണ്ണിൽ വ്യഭിചാരത്തെ അടയാള കണ്ടോണ്ടുള്ളേ. കാരണം എന്തേ? ആ മനുഷ്യ ആ മജ്‌ലിസിലേക്ക് വരുമ്പോ ഒരു പെണ്ണിടെ മുഖത്തേക്ക് നോക്കിട്ടു അടയാള കണ്ടോണ്ടുള്ളേ. കാരണം എന്തേ? ആ മനുഷ്യ ആ മജ്‌ലിസിലേക്ക് വരുമ്പോ ഒരു പെണ്ണിടെ മുഖത്തേക്ക് നോക്കിട്ടു നോക്കിയപ്പോ ആ പെണ്ണിടെ വക്ക കൽബിൽ ഒരു ബെടക്ക് വിയാറ വന്നു പോയിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങ ഇത് ചൊന്നപ്പോ അതിന് അടയാള ആ മനുഷ്യയുടെ മുഖത്തൊരു ഉസ്മാൻ തങ്ങ കണ്ടിട്ട് ഇത് ചൊന്നപ്പോ അയാൾക്ക് ഒരു സംശയം വന്നു. അയാൾ കേട്ടിട്ട് വഹ്യുൻ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നെ വഹി വണ്ട, ഉസ്മാൻ തങ്ങൾക്ക് വഹി വണ്ട. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങ ചൊന്തു, ഇല്ല മോനെ, തങ്ങൾക്ക് മാത്രം വഹിയില്ല, ഞങ്ങൾക്ക് വഹി വണ്ടില്ല. ആയെങ്കിലും നിന്റെ മോത്തുലു നീനാക്കിയ തപ്പട അടയാള കാണൂ. നക്കല്ലാഹു പവർ തന്നിറ. നീനൊരു അന്യ പെണ്ണിടെ നോക്കിയിട്ട് നിന്റെ കൽബ് ബെടക്കാക്കിയല്ലേ. മുഅ്മിനെ, എല്ലാം വൃത്തിയാക്കണം, എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കണം. പോയി കിടക്കാൻ ഒരു ഖബറുണ്ടെന്ന ബോധം വേണം. കൂടെ എപ്പോഴും ഖുർആൻ ഉണ്ടാകണം. ആ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ നല്ല സുന്നത്തായ കാര്യം ശ്രദ്ധിക്കണം. ഖുർആൻ ഓതുമ്പോ എങ്ങനെങ്കിലും ഓതിയാ പോരാ. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, തറാ അഅ്യുനഹും തഫീദു മിനദ്ദമഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്. നബിയേ, ഈമാനുള്ള ആളുകൾ അവർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോ ആ ഖുർആനിലെ സത്യം മനസ്സിലാക്കി അവരുടെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരും നബിയേ, കണ്ണുനീരിറ്റി പോകും നബിയേ. അതുകൊണ്ടാണ് യുസ്തഹബ്ബുൽ ബുകാഉ ഇൻദ ഖിറാഅത്തിൽ ഖുർആൻ. ഖുർആൻ ഓതുമ്പോ കരയൽ സുന്നത്താണ് കേട്ടോ. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോ കരയണം. എന്തിനാണ് കരയേണ്ടത്? ഒന്നിരിക്കലോ ഖുർആന്റെ ആശയം മനസ്സിലാക്കിയിട്ട് കരയണം. ഇല്ലേ മഹാന്മാർ പറഞ്ഞു, ഇത്രയും നല്ല ഖുർആനായിട്ട് എന്റെ റബ്ബിന്റെ കലാമല്ലേ ഖുർആൻ, ഈ ഖുർആന്റെ ആശയം മനസ്സിലാക്കാത്തവനായി പോയല്ലോ ഞാൻ എന്ന് ഓർത്തിട്ടെങ്കിലും കരയണം. ഓ ഉമ്മമാരെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞില്ലേ? ഫദ്ൽ ഇബ്നു മുഹമ്മദ് ഇബ്നു അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ്
തങ്ങളുടെ മകന്റെ മകനാണ് ഫദ്ൽ റളിയല്ലാഹു അൻഹു. ആ മഹാൻ പറയാതെ ഞാൻ അങ്ങാടിയിൽ പോകൂല. അങ്ങനെ പോയപ്പോ എനിക്കൊരു അനുഭവം ഉണ്ടായി. ആയിഷ ബീവിന്റെ മകനാണ് ഫദ്ൽ റളിയല്ലാഹു അൻഹു. ആ മഹാൻ പറയാതെ ഞാൻ അനുഭവം ഉണ്ടായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ദുആ നിസ്കരിക്കുകയാണ്. ദുആ നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ കരയുകയാണ്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂ. പടച്ച റബ്ബ് നമുക്ക് വല്ലാത്തൊരു അനുഗ്രഹം ചെയ്തില്ലേ. നരകത്തിന്റെ അദാബിനെ തൊട്ട് അല്ലാഹ് നിങ്ങളെ കാത്തില്ലേ. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ നരകത്തിന്റെ അദാബിനെ തൊട്ട് അല്ലാഹ് നിങ്ങളെ കാത്തില്ലേ. ഇതിങ്ങനെ ഓതിയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാരായണം ചെയ്യുന്നു. എന്നിട്ട് അതാ കരയുന്നു. ഫദ്ൽ ഇബ്നു മുഹമ്മദ് ബിൻ അബീ ബക്കർ തങ്ങൾ പറയാണ്, ഞാനതാ കുറെ നേരം അവിടെ ഇങ്ങനെ നിന്നു. ഇപ്പൊ ദുആ കഴിയും, ഇപ്പൊ കരച്ചിൽ നിർത്തൂ. എന്റെ ഉമ്മമാർ മനസ്സിലാക്കണം, എന്റെ സഹോദരിമാർ അറിയണം, പടച്ച റബ്ബിന്റെ ദീന് വിട്ട് നടക്കരുത്, ഇബാദത്ത് കുറഞ്ഞു പോകരുത്. ഏത് നാട്ടിൽ കഴിഞ്ഞാലും പോയി കിടക്കേണ്ടത് 6 അടി മണ്ണിൻ ചുവട്ടിലാണ്. അത് എവിടത്തെ മണ്ണായാലും ശരി, കിടക്കാനുള്ളത് മണ്ണിൻ ചുവട്ടിലാണെന്ന ബോധം വേണം. എല്ലാം അങ്ങ് ഊറി വെച്ചുപോയി എന്ന ബോധം വേണം. എന്നിട്ട് 6 അടി മണ്ണിൻ ചുവട്ടിൽ കിടക്കുമ്പോൾ അവിടെ കൂടെ ഒരാളുമില്ല. നിസ്കരിച്ച തസ്ബീഹ് നിസ്കാരമുണ്ടോ, ദുആ നിസ്കാരമുണ്ടോ, തഹജ്ജുദ് നിസ്കാരമുണ്ടോ, ഖുർആൻ ഖത്ം തീർത്തതുണ്ടോ? അതല്ലാതെ ചെയ്ത നല്ലതല്ലാതെ ഒന്നും ആ ഖബറിൽ വരൂല. നിങ്ങളൊക്കെ ഒന്ന് എണീറ്റ് നിൽക്കുമോ? ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ വാദം നിർത്തുന്നു. ഇതല്ലാതെ ഒന്നും വരൂല. എന്നിട്ടതാ ആ ഖബറിൽ കിടക്കുമ്പോൾ ഉപകാരത്തിന് വരുന്നത് അമലുകളാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഖുർആനിലെ ഈ ആയത്ത് ഇങ്ങനെ ഓതുന്നു, കരയുന്നു. ഫദ്ൽ ഇബ്നു മുഹമ്മദ് ബിൻ അബീ ബക്കർ തങ്ങൾ പറയാണ് റളിയല്ലാഹു അൻഹു, ഞാൻ കുറെ നേരം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ആയിഷ ഉമ്മ കരച്ചിൽ നിർത്തുന്നില്ല, ദുആ നിർത്തുന്നില്ല. എനിക്ക് കുറെ നേരം നിന്നിട്ട് മടുത്തുപോയി. ഞാനത് അങ്ങാടിയിൽ പോയി വന്നിട്ട് പിന്നെ ഉമ്മാനെ കാണാമെന്ന് ചിന്തിച്ചു. അങ്ങനെ അങ്ങാടിയിൽ പോയി എന്റെ ആവശ്യങ്ങളെല്ലാം തീർത്തു. ഞാനതാ മടങ്ങി വന്നു. മടങ്ങി വന്നപ്പോഴും ഞാൻ വലിയ പ്രതീക്ഷയിലാണ് വന്നത്. ഇപ്പൊ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവും, ഖുർആൻ ഓത്ത് കഴിഞ്ഞിട്ടുണ്ടാവും, ദുആ കഴിഞ്ഞിട്ടുണ്ടാവും, കരച്ചിൽ നിർത്തിയിട്ടുണ്ടാവും. വന്നു നോക്കുമ്പോഴോ അതേ ആയത്ത് ഇങ്ങനെ ഓതുന്നു, കരയുന്നു. അത്ര നേരം കഴിഞ്ഞിട്ട് പോയിട്ടും കരച്ചിൽ നിർത്തിയിട്ടില്ല. ഓ ഉമ്മമാരെ ചോദിക്കട്ടെ, ആയിഷ ഉമ്മക്ക് എന്ത് കുറവാണുള്ളത്? ഒരു ഭാഗത്ത് നോക്കിയാൽ ഭർത്താവാരാണ്? ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഭർത്താവ് വഫാത്തായത് ആ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് മാറിലേക്ക് അതാ തലവെച്ചങ്ങ് ചേർന്ന് ഇരിക്കുമ്പോഴാണ് ലോകത്തോട് വിട പറഞ്ഞത്. അവസാനത്തെ ഉമിനീർ കിട്ടിയ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഇത്രയെല്ലാം കിട്ടിയ ആ ഭാര്യയ്ക്ക് എന്തിനാണ് പേടിക്കേണ്ട ആവശ്യം? അതാണ് നേരത്തെ പറഞ്ഞത്. എല്ലാ ഡോക്യുമെന്റ്സും ക്ലിയർ ആണെങ്കിലും ഒന്ന് സ്വർഗത്തിൽ, 2 കാലും സ്വർഗത്തിൽ വെച്ച് കാണുന്നത് വരെ നമ്മൾ വല്ലാത്ത കോൺഫിഡൻസ് പാടില്ലല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വല്ലാതെ കരയുന്നു. എല്ലാം നല്ലവരെങ്ങനെയാണ്? ഇത് കരയേണ്ട മാസമാണ്. മഗ്ഫിറത്തിന്റെ 10 കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അവസാനിക്കും. പിന്നെ നരകത്തിൽ നിന്ന് മോചനം ലഭിച്ച് സ്വർഗത്തിൽ പോകേണ്ട മാസമാണ്. റബ്ബിനോട് അത് ചോദിക്കേണ്ട മാസമാണ്. കണ്ണുകൾ നനയണം. ഏത് തസ്തികയുള്ളവരാണെങ്കിലും ശരി, ഞങ്ങൾ ആരും വലിയവരല്ലല്ലോ, എല്ലാം ചെറിയവരാണ്. വലിയവൻ ഒരുവൻ മാത്രമാണ്, അവനാണ് അല്ലാഹ്. ആ റബ്ബിന്റെ അടിമകളാണ് ഞങ്ങൾ. ആ റബ്ബ് തീരുമാനിച്ചതേ നടക്കുകയുള്ളൂ. അതേപോലെ റബ്ബ് വല്ലതും വിധിച്ചാൽ അതിനെ തടയുന്നവനില്ല. എല്ലാറ്റിലും മുകളിൽ റബ്ബുണ്ടെന്ന ബോധം വേണം. ആ റബ്ബിനെ മറന്ന് കളിക്കരുത്. ഇന്നുള്ളവൻ പിന്നെ നാളെയില്ല, ഇന്നലെയുള്ളവൻ ഇന്നില്ല, നേരത്തെയുള്ളവൻ പിന്നെ ഇല്ല. മരിക്കണമെങ്കിൽ ഒരു രോഗവും വേണമെന്നില്ല, ICUയിൽ 2 ദിവസം കിടക്കണമെന്നില്ല, വെന്റിലേറ്ററിൽ മണിക്കൂറുകളോളം ചെലവഴിക്കണമെന്നില്ല. ഓ സുഹൃത്തുക്കളെ, റബ്ബങ്ങ് വിളിച്ചാൽ പോകേണ്ട താമസമേയുള്ളൂ. ആ പോകുമ്പോൾ പോയി കിടക്കാനുള്ള ഖബറിൽ എത്ര കാലമാണ് കിടക്കാനുള്ളതെന്നറിയില്ല. എനിക്ക് ഇവിടുന്ന് മടങ്ങാൻ മടക്കത്തിന്റെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ വന്നത്. അതേ സമയത്ത് ഞാൻ അങ്ങ് പോയി ഖബറിൽ കിടന്നാൽ, ഞാൻ അങ്ങ് മരിച്ചാൽ എന്റെ മടക്കത്തിന്റെ ടിക്കറ്റ് എന്റെ കയ്യിലില്ല. ഞാനൊരു ഡമ്മിയാണ്, ഉറപ്പിച്ചിട്ടില്ല എപ്പോഴാണ് ഖബറിൽ നിന്ന് പുനർജന്മം. അത് ഏത് വർഷമാണെന്നറിയില്ല, ഏത് മാസമാണെന്നറിയില്ല, ഏതാഴ്ചയിലാണെന്നറിയില്ല, ഏത് ദിവസമാണെന്നറിയില്ല, എത്ര കാലമുണ്ടെന്നറിയില്ല. എന്റെ ഇവിടത്തെ വിസക്ക് വാലിഡിറ്റി ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്ന വിസക്ക് വാലിഡിറ്റി ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങ് പോയി ഖബറിൽ കിടന്നാൽ എന്റെ ഖബറിലെ കിടത്തത്തിന് എത്രയാണ് വാലിഡിറ്റി ഉള്ളതെന്ന് ഉറപ്പില്ല. അത്രയും കാലം പോയി കിടക്കാനുള്ള ഖബർ ഇവിടെ കണ്ട സൗന്ദര്യമല്ലല്ലോ, ഇവിടെ കണ്ട സന്തോഷമല്ലല്ലോ. കൂട്ടുകാരെ, നിങ്ങളെ പോലത്തെ എത്ര മക്കളാണ് പോയി 6 അടി മണ്ണിൻ ചുവട്ടിൽ കിടന്നത്? എത്ര ചങ്ങാതിമാർ അവർക്കുണ്ടായിരുന്നു? ഏതെങ്കിലും ഒരു ചങ്ങാതി അവരെ കൂടെ ഖബറിൽ പോയി കിടന്നതുണ്ടോ? മൂടുകല്ലങ്ങ് വെച്ചാൽ പിന്നെ അങ്ങോട്ട് ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? മണ്ണ് മാറിയിട്ടതിന് ശേഷം ഒരാളെങ്കിലും അതിന്റെ അകത്തേക്ക് നോക്കിയിട്ടുണ്ടോ? എങ്കിൽ ആ ഖബറിൽ കൂടെ കിടക്കാൻ
ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ വല്ലാത്ത ബോറാണല്ലോ, ബോറടിയാണല്ലോ. ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കണ്ടേ? ആ ഖബറിൽ ടൈം പാസിന് കൂടെ വേണം. എന്താണ് കൂടെ വേണ്ടത്? സൽക്കർമ്മങ്ങളാണ്. ആ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഖുർആൻ പാരായണം. ഒരു ഖത്മ കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, ഇദാ ഫറഗത ഫൻസബ്, അതേ വഇലാ റബ്ബിക ഫർഗം. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്. ഒരു ഖത്മ കഴിഞ്ഞാൽ ഒരു ഖത്മ കഴിഞ്ഞു എന്ന് സന്തോഷിക്കാനല്ല, വീണ്ടും അടുത്ത ഖത്മ വേണം. ഒരാളെ കാണുമ്പോഴും അവർ നിന്നെക്കാൾ മോശക്കാരാണെന്ന് കരുതണ്ട. എല്ലാവരെക്കാളും ഞാൻ മോശക്കാരനാണെന്ന് ചിന്തിക്കണം. ആരെയും കണ്ട് കളിയാക്കണ്ട, ഒരാളെയും നോക്കിയിട്ട് മോശമാക്കണ്ട, ഇൻസൾട്ട് ചെയ്യണ്ട, അപമാനിക്കണ്ട, ഒരാളെയും ചെറുതാക്കി കാണണ്ട. അതാ ഹുജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹമീദ് ഗസാലി തങ്ങൾ പറഞ്ഞില്ലേ, ഓ മോനെ, നീ എങ്ങനെയാണ് മറ്റുള്ളവരെക്കാളൊക്കെ വലുതെന്ന് തീരുമാനിക്കൽ എങ്ങനെയാണ്? എല്ലാരെ കണ്ടി നീ വലിയോണ്ട് അങ്ങനെ നീ തീരുമാനിക്കണം. നിക്കെന്ത് ഗ്യാരണ്ടി ഉണ്ട് എല്ലാരെ കണ്ടി നീ വലിയോ? നീ വലിയവൺ അവിടെയപ്പാ. നീ ആഖിറത്തിലെത്തിയെങ്കിലല്ലേ നീ വലിയവൺ അവിടെ. അവിടെ റബ്ബ് നീനൊരു നല്ലവണോട്ട് റബ്ബ് ചൊന്നെങ്കിലല്ലേ നീനൊരു നല്ലവണാവിടോ. അല്ലാണ്ട് നാലാല് ദുനിയാവിൽ ചൊന്നതുകൊണ്ട് നീ എങ്ങനെ റബ്ബ് നല്ലവണാവിടോ? എങ്കിൽ ആ റബ്ബ് തീരുമാന ചൊല്ലതരമുന്നോ ഈ ദുനിയാവിലെ പിന്നൊരുത്തര കാണുമ്പോ അവന്റെ കാട്ടി നാനല്ലോ രണ്ടത്തരന്തും നല്ലവണല്ല അവനോട്ട് നീ തീരുമാനിച്ചെങ്കിൽ നീ വിചാരിക്കട പൊട്ടത്തരായിട്ട് കിട മനുഷ്യ. അതുകൊണ്ടായിട്ട് കിട സാലിമാം ചൊന്നില്ലേ, നീ ഒരു ചെറിയ കുട്ടിയെ കണ്ടാൽ ഇതാ റായിത്ത സ്വഹീറ, ഒരു ചെറിയ കുഞ്ഞിനെ നീ കണ്ടില്ലേ? ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ചെറിയ മക്കളെ കണ്ടില്ലേ, കളിക്കണ മക്കള്. ആ ചെറിയ കുട്ടിയെ കണ്ടാൽ നീ അവിടെ ഇങ്ങനെ മനസ്സിൽ കരുതണം, ഇതൊരു ചെറിയ കുട്ടിയാണ്, തെറ്റ് ചെയ്യാത്ത കുട്ടിയാണ്. ഞാനാണെങ്കിൽ എത്ര തെറ്റ് ചെയ്തു പോയി, എന്നെക്കാൾ എത്രയോ ബെറ്റർ ഈ കുട്ടിയാണല്ലോ. ഈ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ എത്ര തെറ്റ് ചെയ്യാൻ തുടങ്ങി, കാലം എത്രയായി. ഇതുപോലെ തന്നെ നിന്നെക്കാൾ പ്രായമുള്ളവനെ കാണുമ്പോൾ ചെറുപ്പക്കാരാ, നിന്റെ തലമുടി നരച്ചിട്ടില്ല, താടി രോമങ്ങൾ നരച്ചിട്ടില്ല. തലമുടി നരച്ചവർ, താടി രോമങ്ങൾ നരച്ചവരെ കാണുമ്പോ നീ ചിന്തിക്കണം, എന്നെക്കാൾ എത്രയോ നല്ല ആളാണ് അയാൾ. എന്റെ കാരണം എന്നെക്കാൾ എത്ര കാലം അദ്ദേഹം വിവാദത്ത് ചെയ്തു, എന്നെക്കാൾ എത്രയോ വർഷക്കാലം വിവാദത്ത് ചെയ്തു. ഞാൻ ഇപ്പൊ മരിച്ചാൽ അത്രയും കാലം വിവാദത്ത് ചെയ്ത കണക്ക് എനിക്ക് പറയാനുണ്ടാവില്ലല്ലോ. അയാൾ എന്നെക്കാൾ വലിയ ഖൈറാണല്ലോ. ഇതുപോലെ തന്നെ എന്തിനേരെ പറയണം, ഒരു പണ്ഡിതനെ കണ്ടാൽ നിങ്ങൾ അവിടെ നിന്ന് ചിന്തിക്കണോ, അയാൾ ഒരു വിവരമുള്ള ആളാണല്ലോ, ഞാൻ വിവരമില്ലാത്ത ആളാണല്ലോ, അപ്പൊ എന്നെക്കാളൊക്കെ ഖൈറായ ആളാണല്ലോ. ഇനി വിവരമില്ലാത്ത ആളെ കാണുമ്പോ വിവരമുള്ളവർ ചിന്തിക്കണം, ഞാൻ വിവരമുണ്ടായിട്ടൊരു തെറ്റ് ചെയ്താൽ വലിയ തെറ്റാണല്ലോ. അതേ സമയത്ത് അവൻ വിവരമില്ലാത്തവനാണ്. ആ വിവരമില്ലാത്തവൻ തെറ്റ് ചെയ്താലോ വിവരമില്ലാഞ്ഞിട്ട് ചെയ്തതാണെന്ന് പറയാം. ഞാനൊരു വിവരമുള്ളവനായിട്ട് ഞാനൊരു തെറ്റ് ചെയ്താലോ, വിവരമുണ്ടായിട്ട് ഞാൻ തെറ്റ് ചെയ്യുന്നത് വലിയ അപകടമല്ലേ? അപ്പൊ എന്നെക്കാൾ വിവരമില്ലാത്ത അവനല്ലേ ഖൈർ? ഇനി ഒന്നും കൂടി ഇതെല്ലാം പറഞ്ഞിട്ട് ഗസാലിമാം അവസാനം പറയാണ്, മോനെ എന്തിനേറെ പറയണം, നീ ഒരു മുസ്ലിമാണ്. അതേസമയത്ത് നീ ഒരു നോൺ മുസ്ലിമിനെ കണ്ടാൽ പോലും, ഒരു നോൺ മുസ്ലിമിനെ കണ്ടാൽ പോലും ഗസാലിമാം അങ്ങനെയാ പറയുന്നത്, ഒരു മുസ്ലിമിനെ കണ്ടാൽ പോലും ഓ അവനെക്കാൾ ഞാൻ എത്രയോ ബെറ്റർ ആണെന്ന് കരുതണ്ട. ബെറ്റർ ആണെന്ന് തീരുമാനിക്കാനായിട്ടില്ല. എന്തുകൊണ്ട്? നീ ചിലപ്പോൾ മരിക്കുന്നതിന് ഒരല്പനേരം മുമ്പ് ഈമാൻ ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയാലോ, നീ അങ്ങ് ചത്തുപോയാലോ. അതേസമയത്ത് ആ നോൺ മുസ്ലിമോ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് വന്നാൽ അതുവരെ അയാൾ ചെയ്ത എല്ലാ തെറ്റും അതേ അല്ലാഹു തആല പുറത്തു കൊടുത്തില്ലേ, ഈമാൻ കിട്ടി മരിച്ചില്ലേ, അവൻ നിന്നെക്കാൾ എത്രയോ ഖൈറായാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടില്ലേ. അതുകൊണ്ട് ഒരാളെയും കാണുമ്പോ അവർ നിന്നെക്കാൾ മോശക്കാരാണെന്ന് കരുതുകയോ അവരെക്കാൾ നീ എത്രയോ നല്ലവനാണെന്ന് കരുതുകയോ വേണ്ട. എല്ലാവരെക്കാൾ മോശക്കാരൻ ഞാനാണ്, ഞാൻ കുറെ നന്നാകാനുണ്ട്, ഇതുവരെ ചെയ്തതൊന്നും മതിയായിട്ടില്ല, ഇനി എത്രയോ ചെയ്യാനുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കണം. അതിന് ഇനിയുള്ള റമളാൻ പകുതി അങ്ങ് തീരാറായി, അല്ല തീർന്നു കഴിഞ്ഞു, ഇനി പകുതി ഉണ്ട്. പക്ഷേ എനിക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ല, നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ല. റമളാൻ അടുത്ത വർഷവും ഉണ്ടാവും, എല്ലാ വർഷവും റമളാൻ ഉണ്ടാവും. പക്ഷേ റമളാൻ വരുമ്പോ ഞാനുണ്ടാകുമോ നിങ്ങൾ ഉണ്ടാകുമോ ഉറപ്പില്ല. അതുകൊണ്ട് ഉള്ള സമയം മുഴുവനും ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്ത് ധന്യമാക്കണം. അവസാനത്തെ 10 ഇഅ്തികാഫിന്റെ 10 പള്ളി മറക്കണ്ട. സൗകര്യമുള്ള നല്ല പോയി കയറാൻ ഇഅ്തികാഫിരിക്കാൻ പറ്റിയ പള്ളിയിൽ പോയി ഇഅ്തികാഫിരിക്കാൻ സമയം കണ്ടെത്തണം. അങ്ങനെ ഒരു നല്ല തഖ്വയുടെ ജീവിതം നയിക്കാൻ ഈ സദസ്സിൽ നിന്നൊരു തീരുമാനമെടുത്ത് ഞങ്ങളെല്ലാം പോകണമെന്ന് മാത്രം സാധുവായ ഞാൻ എന്റെ അമ്മാരത്തായ നഫ്സിനോടും നിങ്ങളോടും